ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ബലവുമായി ബന്ധപ്പെട്ട് ഗ്രാവിറ്റിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളെ പറ്റി പഠിച്ചു. അതിനുശേഷം നമ്മൾ മാസും വെയിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പഠിച്ചു. അതിനുശേഷം നമ്മൾ ഗുരുത്വാകർഷണ തത്വത്തെ പറ്റി പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ച് പരിപാടി സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നടക്കുന്ന എക്സാംസിനെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ 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 സന്തോഷമുണ്ടടാ. ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മളെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് മാസും അതേപോലെ ഗുരുത്വാകർഷണ തത്വമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിനൊക്കെ നിരന്തരമായി ക്വസ്റ്റ്യൻസ് ഇപ്പം വരുന്നുണ്ട്. സോ നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി കാണുക, കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്ലാസ് ഫുള്ളായിട്ടിരുന്ന് കാണുക, ഫുള്ളായിട്ട് നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതോടൊപ്പം നടക്കുന്ന നമ്മുടെ SCRT സീരീസ് കൂടി, സയൻസുമായി ബന്ധപ്പെട്ട SCRT സീരീസ് കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. സോ നമ്മളിപ്പോൾ ഒരു ടൈം ടേബിളൊക്കെ വെച്ച് സെറ്റ് ആയിട്ടാണ് ക്ലാസ് എടുത്ത് പോകുന്നത്. ഇന്ന ദിവസം ഇന്നത് പഠിക്കുന്നു, അടുത്ത ദിവസം ഇത് പഠിക്കുന്നു എന്നുള്ള രീതിക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനും കറക്റ്റ് ആയിട്ട് ഒരു ഫോളോയിലൊക്കെ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ശരി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗുരുത്വാകർഷണ ത്വരണത്തെ പറ്റിയാണ് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്നത്. സോ എന്താണ് ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുമ്പോൾ നമുക്കിത് 5 രീതിക്ക് പറയാമേ. ആസ് യൂഷ്വൽ ഇവിടെ ഡെറിവേഷൻ ഉണ്ട്, സിമ്പിൾ ആണ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് പഠിക്കുന്നതോടുകൂടി എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? എന്ത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്ന ലെവലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, എത്തുന്നതായിരിക്കും. സോ ഗൈസ് നോക്കിക്കോടാ, ഗുരുത്വാകർഷണ ത്വരണം സിമ്പിളി ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേന ശ്രദ്ധിച്ചേക്കണേ. ഈ പേന ഞാനിങ്ങനെ കയ്യിൽ നിന്ന് വച്ചേക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഈ പേനയെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഈ പേന നിശ്ചലാവസ്ഥയിലാണ്, ഇതിന് വേറെ ഒന്നുമില്ല അല്ലേ. ആക്സലറേഷനും അതേപോലെ തന്നെ വെലോസിറ്റിയൊക്കെ 0 ആണെന്ന് നമുക്ക് പറയാം. ജസ്റ്റ് നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്യുക. ഞാൻ ഈ പേനയെ കൈ വിട്ടാൽ ഈ പേന എന്ത് ചെയ്യും, താഴോട്ട് വീഴും അല്ലേ. കൈ വിടുമ്പോൾ ഈ പേന എന്ത് ചെയ്യുന്നു, താഴോട്ട് വീഴുന്നു. ക്ലിയർ ആയോ? ഇനി ഞാനിങ്ങനെ എറിഞ്ഞാലും ഈ പേന എന്ത് ചെയ്യും, താഴോട്ട് പോകും. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനിങ്ങനെ കൈവിട്ടാലും ഈ പേന എന്ത് ചെയ്യും, താഴോട്ട് വീഴും. ഞാനിങ്ങനെ എറിഞ്ഞാലും ഈ പേന എന്ത് ചെയ്യും, താഴോട്ട് പോകും. ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. ആദ്യം ഞാൻ കോൺസെപ്റ്റ് ആണ് പറയുന്നത്. സോ ഞാൻ കൈവിടുമ്പോഴും താഴോട്ട് വീഴും, ഞാൻ എറിഞ്ഞാലും എന്ത് ചെയ്യും, താഴോട്ട് വീഴും. അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ഇതിനെന്തുണ്ടാകുന്നു, ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ക്ലിയർ ആയോ? ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിട്ടേരെ ആക്സിലറേഷൻ ഇല്ലാന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് സങ്കല്പിച്ചത് ഉണ്ട്, പക്ഷേ ഇല്ലാന്ന് സങ്കല്പിക്കുക. ഇനി ഇതിനെ ഞാൻ താഴേക്ക് വിടുമ്പോഴും ഇതെന്ത് ചെയ്യുന്നു, സോറി, ഞാനിങ്ങനെ കൈ വിടുമ്പോഴും ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ഞാൻ എറിയുമ്പോഴും ഇതിനെന്തുണ്ടാകുന്നു, ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നു, ത്വരണം ഉണ്ടാകുന്നു. പക്ക. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൈ വിടുമ്പോൾ ഇത് താഴേക്ക് പോകാൻ കാരണം ആരാണ്? ഗ്രാവിറ്റി അല്ലേ. ഞാൻ കൈ വിടുമ്പോൾ ഇവൻ താഴേക്ക് പോകാൻ കാരണം ആരാണ്? ഗ്രാവിറ്റിയാണ്. ഞാൻ ഇങ്ങനെ എറിഞ്ഞാലും ഇവൻ താഴേക്ക് പോകും. അങ്ങനെ ഞാൻ എറിയുമ്പോൾ ഇവൻ താഴേക്ക് പോകാൻ കാരണം ഞാൻ കൊടുത്ത ബലമാണ്. 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെ കൈ വിടുമ്പോൾ വെറുതെ വിടുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും, താഴേക്ക് വീഴും. അങ്ങനെ അവൻ താഴോട്ട് പോകുമ്പോൾ അതിന് കാരണം ഗ്രാവിറ്റി കൊടുക്കുന്ന ബലമാണ്. ഞാൻ ഇങ്ങനെ എറിയുമ്പോഴും ഇവൻ എന്ത് ചെയ്യും, താഴോട്ട് പോകും. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ എറിയുമ്പോൾ ഇവൻ താഴോട്ട് പോകാൻ കാരണം എന്താണ്? ഞാൻ കൊടുത്ത ബലമാണ്. ക്ലിയർ? ഇവിടെ ഗ്രാവിറ്റി കൊടുത്ത ബലം, ഇവിടെ ഞാൻ കൊടുത്ത ബലം. ക്ലിയർ? ഇനി താഴോട്ട് പോയത് കൊണ്ടല്ലേ ഇവൻ എന്തുണ്ടായത്, ത്വരണം ഉണ്ടായത്. ക്ലിയർ? ഇവൻ ഇങ്ങനെ താഴോട്ട് പോയത് കൊണ്ടാണ് ഇവൻ എന്തുണ്ടായത്, ത്വരണം ഉണ്ടായത്. ഇവൻ ഇങ്ങനെ താഴോട്ട് പോകാൻ കാരണം എന്താണ്? ഗ്രാവിറ്റി. ക്ലിയർ? അപ്പം ഗ്രാവിറ്റി കൊടുത്ത ബലം കൊണ്ടാണ് ഇവൻ എന്ത് ചെയ്തത്, താഴോട്ട് പോയത്. അതുകൊണ്ടാണ് ഇവൻ എന്തുണ്ടായത്, ത്വരണം ഉണ്ടായത്. ഒന്നും കൂടി, ഞാൻ ഇങ്ങനെ താഴോട്ട് വിട്ടപ്പോൾ ഇവൻ താഴേക്ക് പോയി. അതിന് കാരണം ഗ്രാവിറ്റിയാണ്. അങ്ങനെ ഗ്രാവിറ്റി ഇവനെ പിടിച്ച് വലിച്ചത് കൊണ്ടാണ് ഇവൻ എന്തുണ്ടായത്, ഒരു ത്വരണം ഉണ്ടായത്. അപ്പൊ അവിടെ ത്വരണം ഉണ്ടാവാൻ കാരണം ഗ്രാവിറ്റി താഴോട്ട് വലിച്ചുകൊണ്ടല്ലേ. സോ അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷന് കാരണം ഗ്രാവിറ്റി. ക്ലിയർ ആയോ? നോക്ക്, താഴോട്ട് പോകുന്നു. താഴോട്ട് പോകാൻ കാരണം ആരാണ്? ഗ്രാവിറ്റിയാണ്. അങ്ങനെ താഴോട്ട് പോയത് കൊണ്ടാണ് അവൻ എന്തുണ്ടായത്, ആക്സിലറേഷൻ ഉണ്ടായത്. അപ്പൊ ആക്സിലറേഷന് കാരണം ഗ്രാവിറ്റിയാണ്. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ? ഗ്രാവിറ്റി കാരണം ഇവന്റെ ആക്സിലറേഷൻ ഉണ്ടായി. ഡ്യൂ ടു കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ത്വരണം. ഇനി നോക്ക്, ഞാൻ എറിഞ്ഞപ്പോഴും ഇവൻ താഴോട്ട് പോയില്ലേ. ക്ലിയർ? അപ്പൊ ഞാൻ കൊടുത്ത ബലം കൊണ്ടല്ലേ ഇവൻ താഴോട്ട് പോയത്. ക്ലിയർ? അപ്പൊ ഇവൻ ആക്സിലറേഷൻ ഉണ്ടാവാൻ കാരണം ആരാണ്? ഞാൻ കൊടുത്ത ബലമാണ് അല്ലെ. അപ്പൊ ഇവിടത്തെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ശ്രീരാജ്. ക്ലിയർ ആയോ? ആക്സിലറേഷന് കാരണം ശ്രീരാജ്. കോൺസെപ്റ്റ് മനസ്സിലായത് നിങ്ങൾക്ക്? ആര് കാരണമാണോ, ആര് കൊടുത്ത ബലം കൊണ്ടാണോ ആക്സിലറേഷൻ ഉണ്ടായത്, അവന്റെ പേരിലായിരിക്കും ആക്സിലറേഷൻ അറിയപ്പെടുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റി കൊടുത്ത ആക്സിലറേഷൻ കൊണ്ടുണ്ടായതോ അല്ലെങ്കിൽ ഗ്രാവിറ്റി കൊടുത്ത ബലം കൊണ്ടാണ് ആക്സിലറേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അതാണ്
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഞാൻ കൊടുക്കുന്ന ബലം കൊണ്ടാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ശ്രീരാജ്, നിങ്ങൾ കൊടുക്കുന്ന ബലം കൊണ്ടാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു നിങ്ങളുടെ പേര്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ആരാണോ ബലം കൊടുക്കുന്നത് അവനനുസരിച്ചായിരിക്കും ആക്സലറേഷൻ എന്ത് ചെയ്യുക, പേര് വീഴുക. അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് സ്മോൾ ലെറ്റർ ജി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഇവിടെ സത്യത്തിൽ ഈ സ്മോൾ ലെറ്റർ ജി എന്ന് പറഞ്ഞാൽ സിംപ്ലി അതൊരു ആക്സലറേഷൻ ആണ്. ക്ലിയർ? ഇവിടെ ഗ്രാവിറ്റി കൊടുത്ത ആക്സലറേഷൻ ആണ് എന്ന് കാണിക്കുന്ന സമയത്ത് ഞാൻ എക്ക് പകരം എന്തെഴുതും, ജി എഴുതും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ജി വേറെ എ വേറെ എന്നല്ല. ക്ലിയർ? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി തന്നെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഇവിടുത്തെ ആക്സലേഷൻ എ തന്നെയാണ്. ക്ലിയർ? അപ്പൊ ഞാനിവിടെ എം എ എന്ന് എഴുതിയ സ്ഥലത്ത് എം എ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് ഞാൻ എഴുതുന്ന സ്ഥലത്ത് ഞാൻ എന്താണ്, എ ആക്സലേഷൻ അല്ലേ, അവിടെ ഗ്രാവിറ്റിയാണ് ആക്സലേഷൻ കൊടുത്തതെങ്കിൽ എനിക്ക് എക്ക് പകരം എന്ത് എഴുതാം, ജി എന്ന് എഴുതാം. അത്രേ ഉള്ളൂ. ആ ജി കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അവിടുത്തെ ആക്സലേഷന് കാരണം ആരാണ്, ഗ്രാവിറ്റിയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പം ഗ്രാവിറ്റി കാരണം ഭൂഗുരുത്വാകർഷണം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വാകർഷണ ത്വരണം. ക്ലിയർ ആയി നിങ്ങൾക്ക് ഞാൻ സിമ്പിളി ഒരു ലോ ലെവലിൽ ഇറങ്ങി പറഞ്ഞതാണ്. ഇനി കുറച്ചും കൂടെ സെറ്റായിട്ട് നമുക്കൊരു ഇക്വേഷൻ ബേസ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആക്സലറേഷന് പേര് കിട്ടിയത് എങ്ങനെയാണ്, ആരാണോ ബലം കൊടുത്തത് അവന്റെ പേരിലാണ് എന്ത് കൊടുത്തത്, ആക്സലേഷൻ കൊടുത്തത് അല്ലേ. ഇവിടെ ഗ്രാവിറ്റി ബലം കൊടുത്തപ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഞാൻ ബലം കൊടുത്തപ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ശ്രീരാജ്. അതെന്തുകൊണ്ടാണ് ബലത്തിന്റെ പേരിൽ ആക്സലേഷൻ വരുന്നത് നോക്കണം. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നല്ലേ, അവിടെ നമ്മൾ മാസ് എപ്പോഴും എന്തായിരിക്കും, സ്ഥിരമായിരിക്കും. മാസ് ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്, മാസ് കോൺസ്റ്റന്റ് ആണ്. എൻ്റെ മാസ് 60 ആണെങ്കിൽ എപ്പോഴും എൻ്റെ മാസ് എന്തായിരിക്കും, 60 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ് കോൺസ്റ്റന്റ് ആണ്, മാസ് മാറില്ല. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എപ്പം 0 ആകുമെന്ന് ചോദിച്ചാൽ മാസ്, എൻ്റെ മാസ് 60 ആണെന്ന് വിചാരിച്ചോ, 60 × 0 ചെയ്താലല്ലേ നമുക്ക് എന്തെന്ന് കിട്ടുള്ളൂ, 0 എന്ന് കിട്ടുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ ആക്സലറേഷൻ 0 ആകുമ്പോൾ അവിടുത്തെ ഫോഴ്സും എന്ത് ചെയ്യുന്നു, 0 ആകുന്നു. ക്ലിയർ ആയോ? അതായത് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ട്. ക്ലിയർ ആയോ? ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, കണക്റ്റഡ് ആണ്. സോ ശ്രദ്ധിക്കുക, ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ഉണ്ട്, അതുപോലെ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഫോഴ്സും ഉണ്ട്. സെയിം സാധനം മാറ്റിയും തിരിച്ച് ഞാൻ പറഞ്ഞതാണ്. സോ അപ്പോൾ ഫോഴ്സും ആക്സലറേഷനും തമ്മിലാണ് പരസ്പരം എന്തായി കിടക്കുന്നത്, കണക്റ്റ് ആയിട്ട് കിടക്കുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സോ അതുകൊണ്ട് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഏതിനെ പറയുക, ആക്സലറേഷനെ പറയുക. ഇതാണ് ഇക്വേഷൻ ബേസ്. മറ്റേ ഞാൻ കോൺസെപ്റ്റ് ബേസ് പറഞ്ഞു തന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സലറേഷൻ, ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ? ഇവിടെ എവിടെയൊക്കെ ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റി ആണോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഗ്രാവിറ്റി, എല്ലാ വസ്തുക്കളെയും താഴോട്ട് വലിക്കുകയാണ്. സോ ഈ വസ്തുവിനെ ഗ്രാവിറ്റി താഴേക്ക് വലിക്കുകയാണ്, ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്, ഗ്രാവിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ആക്സലറേഷൻ എക്ക് വരെ ഞാൻ എന്തെന്ന് എഴുതും, ജി എന്ന് എഴുതും. ക്ലിയർ ആയോ? എക്ക് വരെ ഞാൻ എന്തെന്ന് എഴുതും, ജി എന്ന് എഴുതും. പക്ക ക്ലിയർ? ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വ്യത്യസ്ത മാസുള്ള 2 വസ്തുക്കൾ ഒരേ സമയം താഴേക്ക് പതിച്ചാൽ ആരാദ്യം താഴെ എത്തും എന്നൊരു ചോദ്യമുണ്ട്. ഞാനിപ്പോൾ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ്, എപ്പോഴും ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ആദ്യം നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് സെറ്റ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഒറ്റയടിക്ക് എല്ലാം കൂടെ എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂലാക്കി തരും. പക്ഷേ അങ്ങനെ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ എക്സാമിനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് നല്ല ലെങ്തി ആയിട്ട് നല്ല കാര്യങ്ങൾ ഇച്ചിരി വൈഡായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. സോ ശ്രദ്ധിച്ചേക്കണേടാ, ഞാൻ ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് മറ്റൊരു കോൺസെപ്റ്റ് പറയാണ്, വേറൊരു കോൺസെപ്റ്റ് പറയാണ്. വ്യത്യസ്ത മാസുള്ള 2 വസ്തുക്കൾ താഴേക്ക് പതിക്കുമ്പോൾ ആരാദ്യം താഴെ എത്തും എന്നൊരു PSC ചോദ്യം ചോദിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വാക്കാണ് നിർബാധ പതനം എന്നൊരു വാക്കുണ്ട്. എന്താണ് നിർബാധ പതനം? സോ നമുക്ക് ഒരു സൈഡിൽ നിന്ന്, ഒരു അരികത്തിൽ നിന്ന് പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്ക് നിർബാധ പതനം, സോറിയടാ, ഞാൻ പറയുന്ന വാക്ക് നിർബാധ പതനം എന്ന് പറയുന്ന വാക്കാണ്. ഫ്രീ ഫോൾ അഥവാ നിർബാധ പതനം. ക്ലിയർ? ഫ്രീ ഫോൾ. എന്താണ് ഫ്രീ ഫോൾ എന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റി കൊണ്ട് മാത്രം ഒരു വസ്തു ചലിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഗ്രാവിറ്റി കൊണ്ട് മാത്രം ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ ഫോൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേക്കണേ, അവിടെ ഒരു വസ്തു ഫ്രീ ഫോളിലാണെങ്കിൽ ആ വസ്തുവിൽ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നൊരു അർത്ഥവും കൂടി അതിനുണ്ട്. ക്ലിയർ? നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാവിറ്റി കൊണ്ട് മാത്രം ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേക്കണേ, ഗ്രാവിറ്റി കൊണ്ട് മാത്രം ഒരു വസ്തു ചലിക്കുന്നു, അതിനെ പറയുന്നതാണ് ഫ്രീ ഫോള്. അപ്പോൾ അവിടെ വേറെ ഫോഴ്സിനെ പറ്റിയൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, സംസാരിക്കാറില്ല. ഈ വാക്ക് ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് PSC ചോദിക്കും, വ്യത്യസ്ത മാസുള്ള 2 വസ്തുക്കൾ താഴേക്ക് വീഴുമ്പോൾ ആരാദ്യം താഴെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചേക്കുക, വ്യത്യസ്ത മാസുള്ള 2 വസ്തുക്കൾ താഴോട്ട് വീഴുമ്പോൾ, അതായത് ഇപ്പോൾ 60 കിലോഗ്രാം മാസുള്ള ഒരാളും, ശ്രദ്ധിച്ചു കേട്ടോണേടാ, 60 കിലോഗ്രാം മാസുള്ള ഒരാളും അല്ലെങ്കിൽ 60 കിലോഗ്രാം
കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവും 40 കിലോഗ്രാം മാസുള്ള മറ്റൊരു വസ്തുവും താഴേക്ക് വീഴുമ്പോൾ ആരാദ്യം താഴെ എത്തുന്നു എന്ന് ചോദിച്ചാൽ രണ്ടും ഒരുമിച്ചായിരിക്കും എത്തുക. അതെങ്ങനെ സാറേ? നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ദിവസം എനിക്കിത് കാണിക്കാൻ വേണ്ടി ഇവിടെ നിങ്ങളെ കാണിച്ചാൽ വേണ്ടി ഇറങ്ങുന്നില്ല. സോ ഞാൻ ഈ ഒരു 2 സ്ഥാനത്ത് ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ടാൽ രണ്ടും ഒരേ സമയമായിരിക്കും എന്ത് ചെയ്യുക, താഴേക്ക് എത്തുക. സാധാരണ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ബെഞ്ചൊക്കെ പിടിച്ചിട്ട് 2 വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും എടുത്ത് താഴോട്ട് ഇട്ട് കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വ്യത്യസ്ത മാസമുള്ള, ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കാതെ ചാടിക്കയറി ഒന്നും ചോദിക്കരുത്, ശ്രദ്ധിച്ചു കേട്ടോ. വ്യത്യസ്ത മാസമുള്ള 2 വസ്തുക്കൾ താഴോട്ടിട്ടാൽ രണ്ടും ഒരേ സമയമായിരിക്കും എന്ത് ചെയ്യുക, താഴേക്ക് എത്തുക. ഈ കോൺസെപ്റ്റ് ഓക്കെ. പക്ഷെ അവിടെ നമുക്കൊരു ഡൗട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു കല്ലും തൂവലും താഴേക്ക് ഇട്ടാൽ രണ്ടും 2 സമയത്തല്ലേ എത്തുന്നത്? ഒരു കല്ലും തൂവലും താഴേക്ക് ഇട്ടാൽ രണ്ടും ഒരേ സമയം എത്തുമോ? ഇല്ല, കല്ല് ആദ്യം എത്തും, തൂവല് രണ്ടാമതെത്തും. ഇനി ഞാനൊരു പുസ്തകവും പേപ്പറുമാണ് താഴേക്ക് ഇടുന്നതെന്ന് വിചാരിക്കാം. പുസ്തകം ആദ്യം എത്തും, പേപ്പർ രണ്ടാമതെത്തും. ഇതല്ലേ കോൺസെപ്റ്റ്? ഓരോ കോൺസെപ്റ്റ് വ്യത്യസ്ത മാസമുള്ള 2 വസ്തുക്കൾ താഴേക്ക് ഇടുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, സാറേ ഇപ്പൊ കല്ലും തൂവലും താഴെ ഇട്ടാൽ കല്ലല്ലേ ആദ്യം എത്തുന്നത്? അതേപോലെ പുസ്തകവും പേപ്പറും താഴേക്ക് ഇട്ടാൽ പുസ്തകമല്ലേ ആദ്യം എത്തുന്നത്, പേപ്പർ രണ്ടാമതല്ലേ എത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. എടാ, പുസ്തകവും പേപ്പറും താഴേക്കിട്ടാൽ ആദ്യം പുസ്തകം എത്തും, രണ്ടാമത് ഏതെത്തും, പേപ്പർ എത്തും. എന്നാൽ ഈ പുസ്തകത്തിന്റെ മുകളിൽ പേപ്പറിനെ എടുത്ത് വെച്ചിട്ട് ദയവ് ചെയ്ത് എൻ്റെ കൂടെ അസ്യൂം ചെയ്ത് സങ്കല്പിച്ച് ആലോചിക്കുക. പുസ്തകവും പേപ്പറും, ഒരു പുസ്തകവും പേപ്പറും ആലോചിച്ച് അവിടെ വെച്ചേരെ, എടുത്ത് ബുക്കും പേപ്പറും കൂടെ വെച്ചേരെ, എന്നിട്ട് നോക്കുക. പുസ്തകവും പേപ്പറും താഴേക്ക് ഇടുമ്പോൾ പുസ്തകം ആദ്യം എത്തും, പേപ്പർ രണ്ടാമതെത്തും. എന്നാൽ ഇതേ പേപ്പറിനെ ഞാൻ പുസ്തകത്തിന്റെ മുകളിൽ വെച്ചു. പുസ്തകം വയ്ക്കുന്നു, അതിന്റെ മുകളിൽ എന്ത് വയ്ക്കുന്നു, പേപ്പർ വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ അതിനെ താഴേക്ക് ഇടുമ്പോൾ രണ്ടും ഒരേ സമയം എന്ത് ചെയ്യും, താഴെ എത്തും. ക്ലിയർ ആയോ? ആ കണ്ടീഷൻ ഒന്ന് വരയ്ക്കുകയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് പരിപാടി തുടങ്ങുന്നത്. സോ ആദ്യം പുസ്തകം, അതേപോലെ തന്നെ പേപ്പർ, രണ്ടും സെപ്പറേറ്റ് ആണ്. ഇത് പേപ്പർ, ഇത് പുസ്തകം. താഴേക്കിട്ടാൽ സ്വാഭാവികമായിട്ടും ആദ്യം ഏതെത്തും, ആദ്യം നമ്മുടെ പുസ്തകം എത്തും, രണ്ടാമതേ ഏതെത്തുള്ളൂ, പേപ്പർ എത്തത്തുള്ളൂ. ക്ലിയർ ആയോ? എന്നാൽ ഈ പേപ്പറിനെ ഞാൻ എടുത്ത് വരയ്ക്കുമ്പോൾ പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പേപ്പറിനെ ഞാൻ എടുത്തിട്ട് പുസ്തകത്തിന്റെ മുകളിൽ വെച്ചു എന്ന് വിചാരിക്കുക. എടുത്തിട്ട് ഞാൻ എവിടെ വയ്ക്കുന്നുടാ, പുസ്തകത്തിന്റെ മുകളിൽ വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ താഴേക്ക് ഇടുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും, പുസ്തകവും പേപ്പറും ഒരേ സമയം എന്ത് ചെയ്യും, താഴെ എത്തും. മനസ്സിലായോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഈ പുസ്തകത്തെ പേപ്പറിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് താഴോട്ടിട്ട ആദ്യം പുസ്തകം എത്തും, രണ്ടാമതായിരിക്കും ഏതെത്തുക, പേപ്പർ എത്തുക. എന്നാൽ ഈ പേപ്പറിനെ എടുത്ത് പുസ്തകത്തിന്റെ മുകളിൽ വെച്ചിട്ട് താഴേക്ക് ഇടുമ്പോൾ രണ്ടും എന്ത് ചെയ്യും, ഒരേ സമയത്ത് എത്തുന്നതായിട്ട് കാണാം. സാറേ പേപ്പർ തെറിച്ച് പോവില്ല, ഇല്ല ഇവിടെ എന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും, ഒരേ സമയം താഴെ എത്തും. വലിയ കാറ്റൊന്നും അടിക്കാത്ത സ്ഥലമാണെങ്കിൽ നേരെ രണ്ടും എന്ത് ചെയ്യും, ഒരേ സമയം താഴെ എത്തും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വിട്ടപ്പോൾ രണ്ടും 2 സമയത്ത് അവിടെ എത്തിയത്? അതിന് കാരണം വായു കൊടുത്ത പ്രതിരോധമാണ്. വായു കൊടുത്ത പ്രതിരോധമാണ് അതിന് കാരണം. ക്ലിയർ? ശ്രദ്ധിച്ചിരിക്കണേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് എടുക്കുകയാണ്, കുറച്ച് വൈറ്റ് ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നോക്കിക്കോ, ഇവിടെ പുസ്തകം താഴോട്ട് വരുമ്പോഴും എയർ അതിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേപ്പർ വരുമ്പോഴും പേപ്പറിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രതിരോധം, മുകളിലോട്ടൊരു എയർ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. പേപ്പറിന് കിട്ടുന്ന പ്രതിരോധം, എയർ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് പേപ്പർ പതുക്കെ എത്തുള്ളൂ. എന്നാൽ പുസ്തകത്തിന് കിട്ടുന്ന എയർ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ഇവിടെ എന്താണ്, കുറവാണ്. അതുകൊണ്ട് പുസ്തകം എന്ത് ചെയ്യും, പെട്ടെന്ന് താഴെ എത്തും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി ഞാൻ ഈ പുസ്തകത്തിനെയും പേപ്പറിനെയും പുസ്തകത്തിന്റെ മുകളിൽ പേപ്പർ വെച്ചിട്ടിട്ട സമയത്ത് 2 പേർക്കും മുകളിലോട്ട് കിട്ടിയ പ്രതിരോധം എന്താണ്, സെയിം ആണ്. അപ്പൊ 2 പേരും എന്ത് ചെയ്തു, ഒരേ സമയം താഴെ എത്തി. ക്ലിയർ? ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മൾ ഓരോ കേസ്. ഇവിടെ രണ്ടും 2 സമയത്ത് എത്താനുള്ള കാരണം എന്താണ്, വായുവിന്റെ പ്രതിരോധമല്ലേ. വായുവിന്റെ പ്രതിരോധം, വായു മുകളിലോട്ട് കൊടുത്ത റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ദ്രവബലം പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ നമ്മൾ പ്ലവക്ഷമ ബലം എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കും. ഇപ്പം വിട്ടേരെ. സോ എനിവേ, വായുവിലൂടെ ഒരു വസ്തു താഴോട്ട് വരുമ്പോൾ വായു അതിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ട്. ആ പ്രതിരോധം 2 പേർക്കും ഒരുപോലെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യും, ഒരേ സമയം താഴെ എത്തും. എന്നാൽ ഈ പേപ്പറിനെയൊക്കെ എടുക്കുന്ന സമയത്ത് പേപ്പറിനൊക്കെ നല്ല പ്രതിരോധം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, 2 സമയത്ത് എത്തുന്നത്. എന്നാൽ ഞാനൊരു 60 കിലോയും അതേപോലെ ഒരു 40 കിലോയൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ മാസമുണ്ട്. അപ്പോൾ ഇവർക്കിടുന്ന പ്രതിരോധം ഏകദേശം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് ആ വസ്തുക്കൾ ഒരേ സമയം താഴെ എത്താനുള്ള കേസ്. സോ അവയിൽ പരുവത്തിലിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങൾ കൺഫ്യൂഷനൊക്കെ അടിച്ച് കിളി പാറിയിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിപാടിയുമായി എത്തുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. വ്യത്യസ്ത മാസമുള്ള 2 വസ്തുക്കൾ താഴേക്ക് പതിക്കുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു
എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ പുസ്തകവും പേപ്പറും താഴോട്ട് ഇടുമ്പോൾ രണ്ടും രണ്ട് സമയത്തല്ലേ എത്തുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഞാനൊരു കോട്ട് വയ്ക്കുന്നത്, എടാ അതിന് കാരണം വായുവിന്റെ പ്രതിരോധമല്ലേ. ഞാൻ പറയും ഇവിടെ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ പറയും. ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങനെ പറയും, ഇവിടെ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ വായു ഇല്ലാത്ത സ്ഥലത്താണ് നടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആയോ? വായു ഇല്ലാത്ത സ്ഥലത്താണ് നടക്കുന്നതെന്നാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞത്. ക്ലിയർ? അതായത് വാക്യൂമിൽ. സോ നമുക്ക് നോക്കാം, ഞാൻ ഇങ്ങനെയായിരിക്കും ഇവിടെ എഴുതുന്നത്, വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ, വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ ഒരേ സമയം ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ആരാദ്യം താഴെ എത്തുമെന്ന് വെച്ചാൽ രണ്ടും ഒരേ സമയം താഴെ എത്തും, ഒരേ സമയം താഴെ എത്തും. ബ്രാക്കറ്റിൽ ഞാൻ എഴുതും വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല. കാരണം വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും, സാറേ അപ്പം കല്ലും തൂവലും വീഴുമ്പോഴോ പുസ്തകവും പേപ്പറും വീഴുമ്പോഴോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഞാനിവിടെ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വായു ഇല്ല എന്ന് കണക്കാക്കുക. ക്ലിയർ? ഇവിടെ നിങ്ങൾ എന്ത് കണക്കാക്കുക? വായു ഇല്ല. ഇവിടെ വായുവിന്റെ പ്രതിരോധം ഇല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്യും? ഒരേ സമയം താഴെ എത്തും. വായുവിന്റെ പ്രതിരോധം ഉള്ളതുകൊണ്ടല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കിട്ടുന്നതുകൊണ്ടല്ലേ ഓരോ സമയത്ത് എന്ത് ചെയ്യുന്നത്? താഴേക്ക് എത്തുന്നത്. ക്ലിയർ? പക്കയായ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്. ശരി, ഇനിയാണ് നിർബാധ പതനം എന്ന വാക്ക് വരുന്നത്. ശ്രദ്ധിച്ചേക്കണേ, ഞാനൊരു സദസ്സിൽ കയറുന്നിട്ട് പറയുകയാണ്, വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെയല്ല, പുസ്തകത്തിൻ്റെയും തൂവലിൻ്റെയും കേസ് പറയും. എന്നാൽ ഞാൻ പറയാണ് വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ താഴേക്ക് ഇട്ടാൽ രണ്ടും ഒരേ സമയം എത്തും, ബ്രാക്കറ്റിൽ ഇവിടെ വായുവിൻ്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കാൻ പറ്റൂല മറ്റേ കേസ്. കാരണം വായുവിൻ്റെ പ്രതിരോധമാണല്ലോ കാരണം. അവിടെ നമ്മൾ എന്തിനെ പരിഗണിച്ചില്ല? വായുവിൻ്റെ പ്രതിരോധത്തെ പരിഗണിച്ചില്ല. സെറ്റല്ലേ? എന്നാൽ ഇതിന് പകരം ഞാനൊരു വാക്ക് ഉപയോഗിക്കും, വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ, വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ, ശ്രദ്ധിച്ചു കേട്ടോ, നിർബാധം താഴേക്ക് പതിക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സമയം താഴെ എത്തും എന്ന് പറയും. നിർബാധം താഴേക്ക് പതിക്കുകയാണെങ്കിൽ, നിർബാധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ഫോൾ അല്ലേ? ഫ്രീ ഫോൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞല്ലോ, ഗ്രാവിറ്റി കൊണ്ട് മാത്രം ചലിക്കുന്നു അല്ലേ? ഗ്രാവിറ്റി കൊണ്ട് മാത്രം ചലിക്കുന്നതാണ് ഫ്രീ ഫോൾ. അവിടെ ഓട്ടോമാറ്റിക്കലി വായുവിൻ്റെ പ്രതിരോധം ക്യാൻസൽ ആയി പോകും. കാരണം നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഞാൻ ഈ ഒരു വിക്സിൻ്റെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ താഴേക്ക് ഇടുമ്പോൾ ഇവിടെ ഇത് ഞാൻ ഫ്രീ ഫോൾ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. അവിടെ മറ്റൊരു ബലവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ? ഞാൻ പറയുകയാണ്, ഇപ്പം ഞാൻ പറയാണ് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥവും കൂടി ഇല്ലേ? ഇവിടെ വേറെ ആരും ഇല്ല. രണ്ടർത്ഥമില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനർത്ഥമുണ്ട് ഇവിടെ വേറെ ആരും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ്? നിർബാധ പതനം, ഗ്രാവിറ്റി കൊണ്ട് മാത്രം ചലിക്കുന്നു. അപ്പോൾ അവിടെ വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്, ഇവിടെ എന്തില്ല? വായുവില്ല, അല്ലെങ്കിൽ വായുവിൻ്റെ പ്രതിരോധത്തെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല എന്നൊരർത്ഥവും കൂടി ഉണ്ട്. ക്ലിയർ ആയോ? ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേടാ, ഇത് സത്യത്തിൽ ഫ്രീ ഫോൾ ആണോ? നമുക്ക് കാണുമ്പോൾ തോന്നും ഗ്രാവിറ്റി കൊണ്ട് മാത്രമാണ് ചലിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഇവിടെ എയർ ഇല്ലേ? ഞാൻ ഇരിക്കുന്നത് ഭൂമിയിൽ എൻ്റെ റൂമിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? എയർ ഉണ്ട്. എയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എയർ എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കും? ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഇവിടെ സത്യത്തിൽ എന്തുണ്ട്? എയർ റെസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഞാൻ പറയും ഇതെന്താണ്? നിർബാധ പതനമാണെന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫിസിക്സിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കറിയാം ഇവിടെ വായുവിൻ്റെ പ്രതിരോധം ഉണ്ട്, പക്ഷേ അത് വളരെ ചെറുതായതുകൊണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു? കളഞ്ഞു. എനിക്കറിയാം അവിടെ എന്തുണ്ട്? വായുവിൻ്റെ പ്രതിരോധം ഉണ്ട്. ഇത് സത്യത്തിൽ ഫ്രീ ഫാൾ അല്ല, പക്ഷേ എങ്കിലും ഞാൻ പറയും ഇത് നിർബാധ പതനമാണെന്ന് പറയും. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഫ്രീ ഫാൾ എന്ന കോൺസെപ്റ്റ് പറയാൻ വേണ്ടി പറ്റൂല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതാണ് ഫിസിക്സിലെ ഉഡായിപ്പ്. നിങ്ങളോട് പറയും 10 മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു കരടി നിർബാധം താഴേക്ക് പതിച്ചപ്പോൾ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് കരടി വായു ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഫ്രീ ഫാൾ ആകും? അവിടെയും എയർ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. ഇവിടെ അത് ചോദിച്ചവൻ അറിയാം, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, പക്ഷെ അതിനർത്ഥം നമ്മൾ വായുവിൻ്റെ പ്രതിരോധത്തെ എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല എന്നാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ രണ്ട് രീതിക്ക് പറയാം. ശ്രദ്ധിച്ചേട്ടോ, രണ്ട് രീതിക്ക് പറയാം. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ താഴേക്ക് വീഴുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു, ബ്രാക്കറ്റിൽ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല. അല്ലെങ്കിൽ വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ നിർബാധം താഴേക്ക് വീഴുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു. ഇങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ അങ്ങനെയാണെങ്കിൽ PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഒരു ആനയും ഉറുമ്പും. ഞാൻ 3 ചോദ്യം എഴുതാമേ. ഒരു ആനയും ഉറുമ്പും താഴേക്ക് വീഴുമ്പോൾ ആരാദ്യം എത്തുന്നു? ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. ഇവിടെ ഒരു ആനയെ ഉറുമ്പും മോളിൽ നിന്ന് താഴെ ഇട്ടാൽ ആരായിരിക്കും സിമ്പിളി ആദ്യം എത്തുക? ആനയായിരിക്കും
അല്ലെ? ഒരു ആനയെ ഉറുമ്പും മോളിയും താഴോട്ട് ആനയായിരിക്കും എത്തുക. ക്ലിയർ? എന്നാൽ ഒരു ആനയും ഉറുമ്പും താഴേക്ക് വീഴുമ്പോൾ ആരാദ്യം താഴെ എത്തുന്നു? ബ്രാക്കറ്റിൽ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്നെഴുതി എങ്കിൽ രണ്ടും എന്ത് ചെയ്യും? ഒരേ സമയം താഴെ എത്തും. ക്ലിയർ? ഇവിടെ ബ്രാക്കറ്റിൽ ഇല്ല വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന്, അപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. ക്ലിയർ? എന്നാൽ ഇവിടെ എന്തുണ്ട്? വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല. അപ്പൊ രണ്ടും എന്ത് ചെയ്യും? ഒരേ സമയം താഴെ എത്തും. എന്നാൽ ഇതിന് പകരം ഒരു ആനയും ഉറുമ്പും, സെയിം കേസ്, നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ആരാദ്യം താഴെ എത്തുന്നു എന്ന് ചോദിച്ചാലും രണ്ടും ഒരേ സമയം എന്ത് ചെയ്യും? താഴെ എത്തും. കാരണം ഈ നിർബാധം എന്ന് പറഞ്ഞാൽ ആൾറെഡി അവിടെ നിന്ന് പോയി, വായുവിന്റെ പ്രതിരോധം പോയി. നിങ്ങൾക്ക് കോൺസെപ്റ്റ് പക്കാ ക്ലിയർ ആയോ? ഞാൻ ഇതുവരെ പറഞ്ഞ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ? അപ്പോൾ PSC ചോദിക്കുന്ന ചോദ്യം, 60 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവും 40 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവും നിർബാധം താഴേക്ക് വീഴുകയാണ്. ആരാദ്യം താഴെ എത്തും? രണ്ടും ഒരേ സമയം താഴെ എത്തും. 60 കിലോഗ്രാം മാസുള്ള വസ്തുവും 40 കിലോഗ്രാം മാസുള്ള വസ്തുവും എന്താണ്? താഴേക്ക് പതിക്കുമ്പോൾ ആരാദ്യം താഴെ എത്തും? ബ്രാക്കറ്റിൽ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്നാണ് തരുന്നതെങ്കിൽ അപ്പോഴും രണ്ടും എന്ത് ചെയ്യും? ഒരേ സമയം താഴെ എത്തും. ക്ലിയർ? ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ നമുക്കത് പറയാൻ വേണ്ടി പറ്റില്ല. സോ ഗായ്സ്, ഇത്രയുള്ളടാ പരിപാടി. 2 മാസ് തരും, രണ്ട് വ്യത്യസ്തമായ 2 മാസ് തരും, അല്ലെങ്കിൽ 2 ആൾക്കാരുടെ 2 വസ്തുക്കളുടെ പേര് പറയും. അപ്പോൾ വ്യത്യസ്തമായ 2 മാസ് തന്നതിന് ശേഷം ഒരേ സമയം താഴേക്ക് വീഴുന്നു എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. വ്യത്യസ്തമായ 2 മാസ് അല്ലെങ്കിൽ 2 വസ്തുക്കൾ. ക്ലിയർ? ഇപ്പം വ്യത്യസ്തമായ 2 മാസ് തന്നതിന് ശേഷം ആരാദ്യം താഴെ എത്തുന്നു എന്ന് ചോദിച്ചിട്ട് ബ്രാക്കറ്റിൽ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന് തന്നിരിക്കും. പരിഗണിക്കുന്നില്ല എന്ന് തന്നിരിക്കും. അപ്പൊ ആരായിരിക്കും ആദ്യം താഴെ എത്തുക? രണ്ടും ഒരേ സമയം എന്ത് ചെയ്യും? താഴെ എത്തും. ക്ലിയർ ആയോ? അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ തരാം, 2 മാസ് തരും, 2 വ്യത്യസ്തമായ 2 മാസ് തരും, അല്ലെങ്കിൽ വ്യത്യസ്തമായ 2 വസ്തുക്കൾ തരും. അപ്പൊ ഒരു വ്യത്യസ്തമായ 2 മാസ് എന്നിട്ട് രണ്ടുപേരും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ആരാദ്യം താഴെ എത്തുമെന്ന് ചോദിക്കും. അപ്പോഴും രണ്ടും ഒരേ സമയം എന്ത് ചെയ്യും? താഴെ എത്തും. പക്ക ക്ലിയർ ആയോ? ഇനിയാണ് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞു. ഇനി ഇത് പറഞ്ഞു തന്ന ആളുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗലീലിയോയാണ്. അതാരാണ്? ഗലീലിയോയാണ്. സോ ഗലീലിയാണ് പറഞ്ഞത് വ്യത്യസ്ത മാസുള്ള 2 വസ്തുക്കൾ താഴേക്ക് വീഴുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തുമെന്ന് പറഞ്ഞ ആള് ഗലീലിയാണ്. നമുക്ക് ഗലീലിയുടെ ആ കഥയിലോട്ട് പോകാം. ഗലീലി എന്ത് ചെയ്തു? ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയതിനു ശേഷം പറഞ്ഞു, എടാ വ്യത്യസ്ത മാസുള്ള 2 വസ്തുക്കൾ താഴോട്ട് വീണാൽ രണ്ടും ഒരേ സമയം താഴെ എത്തുമെന്ന് ഗലീലി ആൾക്കാരെ വിളിച്ചു കൂട്ടി പറയുന്നു. അപ്പൊ നാട്ടുകാർ പറയുന്നു, എടാ നിനക്ക് പ്രാന്താണ്, വീട്ടിൽ പോകാൻ പറയുന്നു. എടാ 2 വസ്തു താഴോട്ട് എങ്ങനെയാ രണ്ടിനും 2 മാസമാണെങ്കിൽ എങ്ങനെയാ 2 ഒരേ സമയം താഴെ എത്തുന്നു എന്ന് ഗലീലിയോട് ചോദിക്കുന്നു. ഗലീലി എന്ത് ചെയ്യുന്നു? നേരെ ഫിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ മുകളിൽ കയറുന്നു. 2 വലിയ നാറാണത്തെ ഭ്രാന്തനെ പോലെ വലിയ 2 കല്ലൊക്കെ കൊണ്ടുകയറിയിട്ട് ഒരു ചെറിയ കല്ലും ഒരു വലിയ കല്ലും ഇന്ന് നാട്ടുകാർ തരുന്നു, ഡേയ് നോക്കിക്കോ. അപ്പൊ നാട്ടുകാരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇവ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ 2 വ്യത്യസ്ത മാസമുള്ള വസ്തുക്കളെ ഒരേ സമയം ഗലീലി എന്ത് ചെയ്യുന്നു? താഴോട്ടിടുന്നു. അപ്പൊ 2 വസ്തുക്കളും ഒരേ സമയം എന്ത് ചെയ്യുന്നു? താഴെ എത്തുന്നു. ഗലീലിയ പറഞ്ഞത് ശരിയായില്ലേ? വ്യത്യസ്ത മാസമുള്ള 2 വസ്തുക്കളും ഒരേ സമയം എന്ത് ചെയ്തു? താഴെ എത്തി. ഗലീലിയ താഴെ വരുന്നു. നാട്ടുകാരെല്ലാവരും ഗലീലിയയ്ക്ക് വേണ്ടി കൈയടിക്കുന്നു. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, നിങ്ങൾ മറ്റേ ഹാർപ്പിക്കിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? എല്ലാ കൂട്ടത്തിലും കാണൂലേ ചാവാത്ത ഒരു കീടാണു? അതുപോലെ ഒരു കീടാണു ഗലീലിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. മിസ്റ്റർ ഗലീലിയോ, ഐ ഹാവ് എ ഡൗട്ട്. ഗലീലിയോ പറഞ്ഞു, അതിനെന്താ കൂട്ടാ ചോദിച്ചോ. അപ്പം ആ കീടാണു ഗലീലിയോട് ചോദിക്കുകയാണ്, വ്യത്യസ്ത മാസമുള്ള 2 വസ്തുക്കൾ താഴോട്ട് വരുമ്പോൾ 2 ഒരുമിച്ചെത്തുമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കല്ലും തൂവലും താഴേക്ക് വീഴുമ്പോൾ കല്ലാദ്യം താഴെ എത്തുന്നത് എന്ന് ഗലീലിയോട് ആ കീടാണു ചോദിക്കുന്നു. അപ്പൊ ഗലീലിയോ ഉത്തരം കൊടുക്കുന്നു, എടാ അതിന് കാരണം വായുവിന്റെ പ്രതിരോധമാണ്. വായുവിന്റെ റെസിസ്റ്റൻസ് കൊണ്ടാണ് 2 സമയത്ത് എന്ത് ചെയ്യുന്നത്? താഴെ എത്തുന്നത്. അപ്പോൾ കീടാണു അല്ലേ? ക്രമിക്കും, ചൊറിയും. കീടാണു തിരിച്ചു ചോദിക്കുന്നു, എങ്കിൽ അത് തെളിയിച്ച് കാണിക്കാൻ എന്ത് ചെയ്യുന്നു? കീടാണു പറയുന്നു. അത് തെളിയിച്ച് കാണിക്കാൻ ആർക്ക് പറ്റിയില്ല? ഗലീലിയോയ്ക്ക് പറ്റിയില്ല. എന്താണ് സംഭവം? വ്യത്യസ്ത മാസമുള്ള 2 വസ്തുക്കൾ നിർബാധം താഴേക്ക് വധിക്കുമ്പോൾ രണ്ടും ഒരേ സമയമാണ് താഴെ എത്തുകയെന്ന് പറയാനും തെളിയിക്കാനും ഒക്കെ ഗലീലിയോയ്ക്ക് പറ്റി. ക്ലിയർ? എന്നാൽ ഇപ്പോൾ ഒരു കല്ലും തൂവലും താഴേക്ക് വീഴുമ്പോൾ കല്ലാണ് ആദ്യം എത്തുന്നത്. അതിന് കാരണം വായുവിന്റെ പ്രതിരോധമാണ് എന്ന് പറയാൻ ആർക്ക് പറ്റി? ഗലീലിയോയ്ക്ക് പറ്റി. അത് തെളിയിക്കാൻ ആർക്ക് പറ്റിയില്ല? ഗലീലിയോയ്ക്ക് പറ്റിയില്ല. ആ സമയത്ത് വലിയ ടെക്നോളജി ഒന്നുമില്ല. കാലങ്ങൾ പോകുന്നു, ശാസ്ത്രലോകം ഇതിന്റെ പിന്നാലെ ഓടുന്നു. പല ആൾക്കാരും മോളിൽ നിന്നൊക്കെ ചാടി നിന്ന് ഉരുണ്ടും ഒക്കെ നോക്കുന്നു, ഇത് കണ്ടുപിടിക്കാൻ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആര് വരുന്നത്? ന്യൂട്ടൺ വരുന്നത്. ആസ് യൂഷ്വൽ ന്യൂട്ടൺ വരുന്നു. ന്യൂട്ടൺ വന്ന് 2 കുപ്പി എടുക്കുന്നു. ക്ലിയർ? 2 കുപ്പി എന്ന് പറഞ്ഞാൽ ഏത് കുപ്പി? ട്യൂബ്. ഈ കുപ്പിയല്ല ഗൈസ്, ട്യൂബ് എടുക്കുന്നു. 2 എന്തെടുക്കുന്നു? ട്യൂബ് എടുക്കുന്നു. 2 ട്യൂബ് എടുത്തതിന് ശേഷം
നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതുപോലത്തെ വൃത്തികെട്ട ട്യൂബൊന്നും അല്ല ന്യൂട്ടൺ എടുക്കുന്നത്. ന്യൂട്ടൺ അത്യാവശ്യം വൃത്തിയുള്ള 2 ട്യൂബ് എന്ത് ചെയ്യുന്നു എടുക്കുന്നു. ഇത് രണ്ടും ട്യൂബാണ്, ഇത് രണ്ടും എന്താണ് ട്യൂബാണ്. എന്നിട്ട് ന്യൂട്ടൺ ഈ ഒരു ട്യൂബിൻ്റെ അകത്തുള്ള എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു, ഇതിനെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയുന്നു, വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ഈ ട്യൂബാണ് ഏത് ട്യൂബ്? വാക്യൂം ട്യൂബ്. ക്ലിയർ ആയോ? ഈ ട്യൂബാണ് ഏത് ട്യൂബ്? വാക്യൂം ട്യൂബ്. വാക്യൂമിന്റെ സ്പെല്ലിംഗ് ആലോചിക്കുക, VACUUM ആണ് വാക്യൂം. തിരിച്ചെഴുതി വയ്ക്കല്ലേ, വാക്യൂം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ട്യൂബിൻ്റെ അകത്ത് എന്തുണ്ട്? എയർ ഉണ്ട്. ക്ലിയർ. എന്നിട്ട് ന്യൂട്ടൺ ഒരു കോയിൻ, ഒരു നാണയവും എടുക്കുന്നു, ഒരു തൂവലും എടുക്കുന്നു. എന്നിട്ട് ആദ്യം എയർ ഉള്ള ട്യൂബിൻ്റെ അകത്ത് ഇടുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ആരാദ്യം എത്തുന്നു? നാണയം ആദ്യം എത്തുന്നു, തൂവല് രണ്ടാമത് എത്തുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. അതിനുശേഷം ന്യൂട്ടൺ ഇതേ എക്സ്പെരിമെന്റ് വാക്യൂം ട്യൂബ്, വായുവില്ലാത്ത ട്യൂബിലും എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. അവിടെയും ന്യൂട്ടൺ ഒരു കോയിൻ എടുക്കുന്നു, ഒരു തൂവലെടുക്കുന്നു. എന്നിട്ട് ഇതിനെ വായുവില്ലാത്ത വാക്യൂം ട്യൂബിലിട്ടപ്പോൾ രണ്ടും ഒരേ സമയം എന്ത് ചെയ്യുന്നു? താഴെ എത്തുന്നു. രണ്ടും ഒരേ സമയം എന്ത് ചെയ്തു? താഴെ എത്തി. അപ്പൊ ന്യൂട്ടൺ എന്ത് മനസ്സിലായി? നോക്ക്, ഇവിടെ ഇല്ലാത്ത ആരോ ഇവിടെ ഉണ്ട്. അവൻ കൊടുക്കുന്ന പ്രതിരോധം കൊണ്ടാണ് രണ്ടും രണ്ട് സമയത്തെത്തിയത്. ഇവിടെ ഇല്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? എയർ അല്ലേ. സോ എയർ കൊടുത്ത പ്രതിരോധം കൊണ്ടാണ് ഇവൻ രണ്ടുപേരും രണ്ട് സമയത്ത് എത്തുന്നു എന്ന് ന്യൂട്ടൺ തെളിയിക്കുന്നു. ഗലീലിയം ഇതല്ലേ പറഞ്ഞത്? വായുവിന്റെ പ്രതിരോധം കൊണ്ടാണ് രണ്ടും രണ്ട് സമയത്ത് എത്തുന്നതെന്ന്. സോ ഗലീലിയ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തെളിയിച്ചയാളാണ് ആര്? ന്യൂട്ടൺ. ന്യൂട്ടൺ ഇത് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് എടുത്തത്? ഒരു കോയിനും ഒരു തൂവൽ, ഫെദറും അല്ലേ എടുത്തത്? തൂവൽ. ഒരു കോയിനും ഒരു തൂവലും അല്ലേ എടുത്തത്? സോ ഈ പരീക്ഷണം പിൽക്കാലത്ത് കോയിൻ ഫെദർ എക്സ്പെരിമെന്റ് അഥവാ നാണയ തൂവൽ പരീക്ഷണം എന്ന് അറിയപ്പെട്ടു. അപ്പൊ നാണയ തൂവൽ പരീക്ഷണം ആരുടെയാണ്? ഗലീലിയോയുടെയാണ്. ക്ലിയർ ആയോ? സോറി, നാണയ തൂവൽ പരീക്ഷണം ആരുടെയാണ്? ന്യൂട്ടന്റെ ആണ്. നമുക്കിനി ഇത് സോർട്ട് ചെയ്യാടാ, ശ്രദ്ധിച്ചു കേട്ടോ. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ നിർബാധം താഴേക്ക് വധിക്കുമ്പോൾ രണ്ടും ഒരേ സമയം എത്തുമെന്ന് പറയാനും തെളിയിക്കാനും ആർക്ക് പറ്റി? ഗലീലിയോയ്ക്ക് പറ്റി. എന്നാൽ ഒരു കല്ലും തൂവലും താഴേക്ക് വീഴുമ്പോൾ കല്ലാണ് ആദ്യം എത്തുന്നത് എന്ന് പറയാൻ ആർക്ക് പറ്റി? ഗലീലിയോയ്ക്ക് പറ്റി. പക്ഷെ അത് തെളിയിക്കാൻ പറ്റിയില്ല. അത് തെളിയിച്ചയാളാണ് ആര്? ന്യൂട്ടൺ. ന്യൂട്ടൺ ആണ് അത് തെളിയിക്കുന്നത്. ഒരു കല്ലും തൂവലും താഴേക്ക് വീഴുമ്പോൾ കല്ലാണ് ആദ്യം എത്തുന്നത്, അതിന് കാരണം വായുവിന്റെ പ്രതിരോധമാണ് എന്ന് തെളിയിച്ചയാളാണ് ആര്? ന്യൂട്ടൺ. ന്യൂട്ടൺ അത് തെളിയിക്കാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റ് ആണ് കോയിൻ ഫെദർ എക്സ്പെരിമെന്റ്. പക്ക ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഈ കോയിൻ ഫെദർ എക്സ്പെരിമെന്റ് ഒക്കെ വന്നതിന് ശേഷം, വായുവിന്റെ പ്രതിരോധമാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രാക്കറ്റിൽ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല എന്ന് എഴുതാൻ തുടങ്ങിയതും അതുപോലെ തന്നെ നിർബാധ പതനം എന്നൊക്കെ കുത്തിച്ചേർക്കാൻ വേണ്ടി തുടങ്ങിയത്. എനിവേ, കോയിൻ ഫെദർ എക്സ്പെരിമെന്റ് ആരുടെയാണ്? ന്യൂട്ടന്റെയാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വായുവിന്റെ പ്രതിരോധം കാരണമാണ് രണ്ടും രണ്ട് സമയത്ത് എത്തുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി ന്യൂട്ടൺ നടത്തിയ പരീക്ഷണമാണ് ഇത് കോയിൻ ഫെദർ എക്സ്പെരിമെന്റ്. പക്ക ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ എന്ത് പഠിച്ചു? വ്യത്യസ്ത മാസമുള്ള രണ്ട് വസ്തുക്കൾ നിർബാധം താഴേക്കുണ്ടെങ്കിൽ രണ്ടും ഒരേ സമയം താഴെ എത്തുമെന്ന് പഠിച്ചു. ഇനി നമുക്ക് ജിയുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിക്കുന്നത്? എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്? എന്തുകൊണ്ട് രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു? നോക്ക്, ഇത് രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഒരേ സമയം രണ്ട് വസ്തുക്കളും ഒരേ സമയം എന്ത് ചെയ്യുന്നു? താഴെ എത്തുന്നു. വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിച്ചില്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ. ഇതിൻ്റെ ഉത്തരം നമുക്ക് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ കിട്ടും, മറ്റൊരുപാട് കാര്യങ്ങൾ കിട്ടും. നമുക്ക് പോവാം, ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പം തന്നെ ആൾറെഡി അരമണിക്കൂറായി. ഞാൻ ജി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാണ് വിശ്വാസം. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും തുടർച്ചയായിട്ട് കാണും. ഇതും ഇനി തൊട്ട് ഈ ക്ലാസ് ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എടാ, നമുക്കൊരു സംഭവമുണ്ട്, ക്വിറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതായത് നമുക്കിത് നിർത്തിയാലോ എന്നൊരു തോന്നലുണ്ടാവും. ആ തോന്നൽ ഓവർകം ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു. ാണ് സത്യം. നമ്മളെപ്പോഴും PSC ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ നോർമലി ഉപദേശിക്കാറൊന്നുമില്ല, ഞാൻ കാര്യമാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഉപദേശത്തിൻ്റെ മോഡിൽ പറയാനും അറിയില്ല. മനസ്സിലാക്കുക, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PSC പഠിക്കുമ്പോൾ എന്തുകൊണ്ട് PSC പഠിക്കുന്നവർക്ക് കുറച്ച് ആൾക്കാർ കിട്ടുന്നു, എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർ കിട്ടുന്നില്ല? കുറച്ച് ആൾക്കാർ വരും, കുറച്ച് പഠിക്കും, എന്നെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ അത് ഇൻട്രസ്റ്റ് അതിൽ കൂടുമ്പോഴത്തേക്കും ഇതങ്ങ് വിട്ടിട്ട് പോകും. പക്ഷേ ചില ആൾക്കാരുണ്ട്, എത്ര മടുത്താലും എത്ര ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും ക്വിറ്റ് ചെയ്യാതെ, അതായത് കളഞ്ഞിട്ട് പോവാതെ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കുന്ന കാര്യം. പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കേസൊന്നുമല്ല, പ്രത്യേകിച്ച് PSC. അത് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല. സോ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നും, കളഞ്ഞിട്ട് പോകണമെന്ന് തോന്നുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ ഇവിടെ കാണും, ഉള്ളിൽ കാണും. ഒറ്റ കേസ്, ജോലി വേണം. എന്തിനു വേണ്ടി ജോലി വേണം എന്നുള്ളൊരു കാരണം, നിങ്ങളുടേതായ കാരണം നിങ്ങൾക്ക് കാണും. എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു, അതേപോലെ നിങ്ങൾക്കൊരു കാരണം കാണും എനിക്ക് എന്തിന് ജോലി വേണം എന്നുള്ളത്. ആ കാരണത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക, അപ്പം കളഞ്ഞിട്ട് പോകാൻ തോന്നൂല. ക്ലിയർ. ഇരിക്കും. ഇനി എന്തൊക്കെ വന്നാലും, മടുത്താലും, ഉറക്കം വന്നാലും, ഒരു റൗണ്ട് നടന്നിട്ട് വന്നാലും
ഫുൾ ഇരുന്ന് കാണും. ക്ലിയർ ആയോ? അങ്ങനെയുള്ള ആൾക്കാർക്ക് PSC കിട്ടത്തുള്ളൂ. കാരണം 27 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞ കഥയും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന ഒരാളാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ആ കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള കണ്ടന്റ് ഫുൾ കണ്ടന്റ് ആണ് ഇനി പോകുന്നത്. അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടന്റ് അല്ലേ? കണ്ടന്റ് തന്നെയാണ്. പക്ഷേ അടുത്ത പറയുന്നതിനുള്ള ബേസ് ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് ഇട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇനി GA പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വ്യത്യസ്ത മാസമുള്ള 2 സാധനം താഴോട്ട് വീഴുമ്പോഴത്തേക്കും രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് Gയിലോട്ട് പോവാം. സോ നമുക്ക് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് 1-2 കോൺസെപ്റ്റുകൾ പറയാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്പർ 1, ഒരു വസ്തു നിർബാധം താഴേക്ക് പതിക്കുന്നു. നിർബാധം താഴേക്ക് പതിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റി കൊണ്ട് ചലിക്കുന്നു എന്നല്ലേ അർത്ഥം? ഗ്രാവിറ്റി കൊണ്ട് ചലിക്കുന്നു. എവിടെയൊക്കെ ഗ്രാവിറ്റി കൊണ്ട് ചലിക്കുന്നു എന്ന് കണ്ടാലും ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റി ആണെങ്കിൽ അവിടെ നമുക്ക് ആക്സിലേഷന് പകരം എന്തെന്ന് എഴുതാം? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. രണ്ടും സെയിം തന്നെയാണ്. എക്ക് വരെ എനിക്ക് എന്ത് എഴുതാം? G എഴുതാം. ക്ലിയർ ആയോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂട്ടൻ്റെ ഇക്വേഷൻ പഠിച്ച നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ F is equal to G into m1 into m2 divided by d². ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. m1 ഒരുത്തൻ്റെ മാസ്, m2 മറ്റവൻ്റെ മാസ്, d² അവർക്കിടയിലെ അകലം. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. 6.67 into 10⁻⁻11. ഓർമ്മയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനിത് പറയാൻ വേണ്ടി ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ എന്താണ്? സോറിയടാ, കുറേ നേരം ക്ലാസ് എടുക്കുമ്പോൾ കൈ വിയർക്കും. കൈ വിയർക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ടാബിൻ്റെ അകത്തൊക്കെ വെള്ളമാവും. അതാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ മാറിപ്പോകുന്നത്. എനിവേ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഭൂമി. ക്ലിയർ? ഞാൻ സർക്കിളായിട്ട് വരച്ചേ. ഇനി ഇത് ഭൂമിയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ഭൂമിയുടെ മുകളിൽ ഞാൻ കുറച്ച് സൂം ചെയ്യുകയാണേ. ഭൂമിയുടെ മുകളിൽ ഞാനൊരു വസ്തുവിനെ വെച്ചു. ക്ലിയർ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോണേ. സ്വാഭാവികമായിട്ടും ഭൂമിയും ഈ വസ്തുവും തമ്മിൽ എന്ത് കാണും? ഒരു ആകർഷണ ബലം കാണും അല്ലേ? മാസമുള്ള 2 വസ്തുക്കളുണ്ടെങ്കിൽ അവർ തമ്മിൽ ഉറപ്പായിട്ടും എന്തുണ്ട്? ഒരു ആകർഷണ ബലം ഉണ്ട്. ഭൂമിയുടെ മാസിനെ ഞാൻ m1 എന്നും വസ്തുവിൻ്റെ മാസിനെ ഞാൻ m2 എന്നും ഇവർക്കിടയിലെ അകലത്തെ ഞാൻ ഡിസ്റ്റൻസ് d എന്നും എടുത്തു കഴിഞ്ഞാൽ ഇവർക്കിടയിലെ ആകർഷണ ബലം എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ F is equal to G into m1 into m2 divided by d². ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇനി അടുത്ത് ഇതിൽ m1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ഉദ്ദേശിച്ചത്? ഭൂമിയുടെ മാസ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് താഴോട്ടാക്കി തരാം. ഭൂമിയുടെ മാസ്. m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ m2 എന്താണ്? വസ്തുവിൻ്റെ മാസ്. d എന്താണ്? d ഡിസ്റ്റൻസ്, ഇവർക്കിടയിലെ അകലമാണ് എന്ത്? ഡിസ്റ്റൻസ്. ഭൂമിയുടെ മാസ് വസ്തുവിന്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാസ് അല്ലേ? ആലോചിക്ക്. ഭൂമിയുടെ മാസ് ചെറിയ മാസ്, വസ്തുവിന്റെ മാസ് വലിയ മാസ്. തെറ്റിപ്പോയെ. ഭൂമിയുടെ മാസ് വലിയ മാസ്, വസ്തുവിന്റെ മാസ് ചെറിയ മാസ്. എന്നെ ആലോചിച്ച് നോക്ക്, ഭൂമി ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആന നമുക്കാണ് വലുത്, ഭൂമിക്ക് വലുതാണോ? അല്ല, ഭൂമി ഇത്രയും വലുതല്ലേ? ഭൂമി അത്രയും വലുതായോണ്ട് ഭൂമിയുടെ മാസിനെ ഞാൻ ക്യാപിറ്റൽ M എന്ന് എടുക്കുന്നു. വസ്തുവിൻ്റെ മാസ് ചെറുതായതുകൊണ്ട് സ്മോൾ m എന്ന് എടുക്കുന്നു. ഇവർക്കിടയിലെ അകലം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് റേഡിയസിന് ഈക്വൽ അല്ലേ? ഈ കിടക്കുന്നത് ഭൂമിയുടെ റേഡിയസ് അല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഇത്രയും കൂടെ ഇല്ലേ? ഇത്രയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതല്ലേ? ആലോചിച്ച് നോക്കുക. ഭൂമിയുടെ റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ അകത്തുള്ള ഈ ഒരു അകലം വളരെ 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 എന്താണ്? ചെറുതാണ്. അപ്പം ഞാൻ ഇതിനെ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ഇത് ഞാനിവിടെ എന്ത് ചെയ്യില്ല? കൂട്ടില്ല. പകരം ഡിസ്റ്റൻസ് ഇത്രയും എടുക്കുമ്പോൾ അത് എന്തിന് ഈക്വലായിട്ട് മാറും? റേഡിയസ് r-ന് ഈക്വലായിട്ട് മാറും. സോ ഞാൻ ഡിസ്റ്റൻസ് d-ക്ക് വരും ഭൂമിയുടെ റേഡിയസ് r എന്ന് എഴുതും. ഇനി പറ, എവിടെ ക്യാപിറ്റൽ M കണ്ടാലും, ഇനി അങ്ങോട്ട് ഈ ഇക്വേഷനിൽ എവിടെ ക്യാപിറ്റൽ M കണ്ടാലും അത് ഭൂമിയുടെ മാസാണ്. എവിടെ സ്മോൾ m കണ്ടാലും അത് വസ്തുവിന്റെ മാസാണ്. എവിടെ r കണ്ടാലും അത് ഭൂമിയുടെ ആരമാണ്, ഭൂമിയുടെ റേഡിയസ് ആണ്. ഞാൻ ഇക്വേഷൻ എഴുതി തീരുമ്പോൾ ക്യാപിറ്റൽ M ഉണ്ടെങ്കിൽ വസ്തുവിന്റെ ഭൂമിയുടെ മാസ് അതിനെ ബാധിക്കുന്നു. സ്മോൾ m ഉണ്ടെങ്കിൽ വസ്തുവിന്റെ മാസ് ബാധിക്കുന്നു. സ്മോൾ m ഇല്ലെങ്കിൽ വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. ക്ലിയർ ആയോ? r കണ്ടാൽ എന്താണ്? ഭൂമിയുടെ റേഡിയസ് ബാധിക്കുന്നു. r കണ്ടില്ലെങ്കിൽ ഭൂമിയുടെ റേഡിയസ് ബാധിക്കുന്നില്ല. നമുക്കിനി ഇതിനെ റീപ്ലേസ് ചെയ്യാടാ. അങ്ങനെയാണെങ്കിൽ F is equal to G into ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M, വസ്തുവിന്റെ മാസ് സ്മോൾ m ഡിവൈഡഡ് ബൈ r². ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്ത് അങ്ങനെയാണെങ്കിൽ ബലത്തിന് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ? F is equal to ma. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം ma. നിങ്ങളിവിടെ നോക്ക്, ഇവിടെ ഈ വസ്തുവിന്റെ മാസാണ് m. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ. ഈ വസ്തുവിനെ പിടിച്ച് വലിക്കുന്നത് ഭൂമിയല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം ഗ്രാവിറ്റി ഫോഴ്സ് കൊടുത്താൽ അവിടുത്തെ ആക്സിലറേഷൻ എന്തായിട്ട് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം ആക്സിലറേഷൻ എന്തായിട്ട് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg.
ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ അത് നമ്മൾ വെയിറ്റിന്റെ ഇക്വേഷൻ ഇത് തന്നെയല്ലേ. വെയിറ്റ് എന്താണ്? ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുന്ന വലിയല്ലേ. നോക്ക്, വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുന്ന വലിയാണ് വെയിറ്റ്. വെയിറ്റിന്റെ ഇക്വേഷൻ, വെയിറ്റ് ഒരു തരം ഫോഴ്സ് ആണ്. ഇത്രയേ ഉള്ളൂ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി പിടിച്ച് താഴോട്ട് വലിച്ച് വലിക്കുന്ന എന്താണ്? വലിയാണ്. ആ വലിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന്. ഇപ്പൊ എന്നെ ഭൂമിയുടെ സെന്ററിലോട്ട് പിടിച്ച് വലിക്കുന്നു. ആ വലിയുടെ അളവാണ് എന്ത്? എൻ്റെ വെയിറ്റ്. സോ എനിക്ക് അവിടെ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി പിടിച്ച് വലിക്കുന്ന വലി, ഭൂമി കൊടുക്കുന്ന ഒരു ബലമാണ് എൻ്റെ വെയിറ്റ്. അപ്പം വെയിറ്റ് ഒരു തരം ബലമാണ്. ബലത്തിന്റെ ഇക്വേഷൻ എന്താണ്? F = ma. ma തന്നെയാണ് വെയിറ്റിന്റെ ഇക്വേഷൻ. പക്ഷേ ഗ്രാവിറ്റി കൊടുക്കുന്ന ആക്സലേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എക്ക് വരെ എന്ത് എഴുതിയത്? G എഴുതിയത്. അങ്ങനെയാണ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറിയത്? mg ആയിട്ട് മാറിയത്. അല്ലാതെ നോർമലി ma തന്നെയാണ്. ക്ലിയർ. എ കൊടുത്തത് ഗ്രാവിറ്റി ആയതുകൊണ്ടാണ് എന്തായിട്ട് എഴുതിയത്? mg ആയിട്ട് എഴുതിയത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പക്ക. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ F = mg എന്ന് കിട്ടും. എടാ F = mg ഇക്വേഷൻ നമ്പർ 2. നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ആൾക്കാരും എന്താണ്? സെയിം അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ആൾക്കാരും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ക്ലിയർ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ RHS = LHS എന്നൊക്കെ പറയാം. നമുക്കതൊന്നും വേണ്ട. ഇടത്തെ സൈഡിലെ രണ്ട് സെയിം ആണെങ്കിൽ ഇടത്തെ സൈഡിലെ രണ്ട് ആൾക്കാരും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ. സോ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ഈക്വൽ ആണ്. സോ ഇങ്ങനെ എഴുതാം, mg = G into capital M into small m divided by r². ഇനി നിങ്ങൾ നോക്കടാ, ഈ m നേരെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ m ആയിട്ട് മാറും. ക്ലിയർ. അതുകൊണ്ട് തന്നെ ഈ m എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇത് ഇൻറ്റു അല്ലേ. ഇപ്പുറത്ത് വരുമ്പോൾ ഈ m എന്താവും? ഡിവൈഡർ. അപ്പോൾ ഇതും എന്താവും? ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഫൈനലി ഗായ്സ് നമുക്ക് എന്തെന്ന് കിട്ടും? G = gm/r² എന്ന് കിട്ടും. ഇക്വേഷൻ പക്കാ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. ഇക്വേഷൻ എന്താണ്? സ്മോൾ ലെറ്റർ G = gm/r². മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം ജിയുടെ ഇക്വേഷൻ എന്താണ്? gm/r². ഇതിൽ ആരൊക്കെയുണ്ട്? ക്യാപിറ്റൽ M ഉണ്ട്, അതായത് ഭൂമിയുടെ മാസ് ഉണ്ട്. ഭൂമിയുടെ മാസ് ഉണ്ട്. ഇനി നോക്ക്, ക്യാപിറ്റൽ R ഉണ്ട്. അപ്പം ഭൂമിയുടെ ആരവുമുണ്ട്. ഭൂമിയുടെ ആരവും ഉണ്ട്. ക്ലിയർ ആയോ? ഭൂമിയുടെ മാസം ഉണ്ട്, ഭൂമിയുടെ ആരവും ഉണ്ട്. G ഉണ്ട്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. സ്ഥിരാങ്കമായിട്ട് വലിയ കാര്യത്തിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ആരില്ല? സ്മോൾ ലെറ്റർ M ഇല്ല. സ്മോൾ ലെറ്റർ M ഇല്ല എന്ന് വെച്ചാൽ വസ്തുവിന്റെ മാസ് എന്തിനെ ബാധിക്കുന്നില്ല? സ്മോൾ ലെറ്റർ ജിയെ ബാധിക്കുന്നില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? വസ്തുവിന്റെ മാസ് സ്മോൾ ലെറ്റർ ജിയെ ബാധിക്കുന്നില്ല. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? എടാ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഇക്വേഷനിൽ ഏതൊക്കെയുണ്ട്? ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും അല്ലേ. അപ്പം ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ് എന്തിനെ ബാധിക്കുന്നത്? സ്മോൾ ലെറ്റർ ജിയെ ബാധിക്കുന്നത്. വസ്തുവിന്റെ മാസ് സ്മോൾ ലെറ്റർ ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ സ്മോൾ ലെറ്റർ ജിയെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ എന്തുകൊണ്ട് ഭൂമി എന്ന് പറഞ്ഞു? ഞാൻ ചൊവ്വയിലെ കേസാണ് പറയുന്നെങ്കിൽ ചൊവ്വയുടെ മാസം ചൊവ്വയുടെ ആരവും. ഇനി ഞാൻ വ്യാഴത്തിന്റെ കാര്യമാണ് പറയുന്നെങ്കിൽ വ്യാഴത്തിന്റെ മാസം വ്യാഴത്തിന്റെ ആരവും. കോൺസെപ്റ്റ് ഓക്കെ. അപ്പോൾ സ്മോൾ ലെറ്റർ ജിയെ എന്ത് ബാധിക്കുന്നില്ല? വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. ഇനി നിങ്ങൾ തിരിച്ചു വാ. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വരുമ്പോൾ, താഴേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കുക, ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഗ്രാവിറ്റി അല്ലേ. നിർബാധം താഴേക്ക് വരുമ്പോൾ ഫോഴ്സ് പിടിച്ചു വലിക്കുന്ന ആരാണ്? ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി ഫോഴ്സ് കൊടുത്താൽ അവിടുത്തെ ആക്സിലറേഷൻ എന്തായിട്ട് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ആക്സിലറേഷനെ എന്ത് ബാധിക്കുന്നില്ല? വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. 50 കിലോഗ്രാം മാസുള്ള ആനയാണെങ്കിലും 5000 കിലോഗ്രാം മാസുള്ള വലിയൊരു എയറോപ്ലെയിൻ ആണെങ്കിൽ പോലും രണ്ടും താഴേക്ക് വരുന്ന സമയത്ത് ഗ്രാവിറ്റിയുടെ വലി കൊണ്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ ഗ്രാവിറ്റി രണ്ടിനെയും പിടിച്ച് വലിക്കുമ്പോൾ കൊടുക്കുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? ഈ രണ്ട് വസ്തുക്കൾക്ക് ഒരേ ആക്സിലറേഷൻ ആണെങ്കിൽ രണ്ടും എന്ത് ചെയ്യും? ഒരേ സമയം താഴെ എത്തൂലേ. ഗ്രാവിറ്റി പറയും, നീ ആനയാവട്ടെ, നീ ഉറുമ്പാവട്ടെ, നീ ആട്ടിൻകുട്ടി ആവട്ടെ, നീ ശ്രീരാജ് ആവട്ടെ, ആരും ആയിക്കോട്ടെ, എനിക്കെല്ലാവരും ഒരുപോലെയാണ്. എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. നിങ്ങളെല്ലാവരും ഞാൻ ഒരേപോലെ പിടിച്ചു വലിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സിലറേഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ബാധിക്കുന്നില്ല? വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. രണ്ട് വസ്തുക്കൾക്കും ഒരേ ആക്സിലറേഷൻ കിട്ടുന്നത് കൊണ്ടാണ് രണ്ടും ഒരേ സമയം എന്ത് ചെയ്യുന്നത്? താഴെ എത്തുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നമ്മൾ വെയിറ്റ് കണ്ടുപിടിക്കുമ്പോഴും W = mg എന്നിട്ടിട്ട് നിങ്ങളുടെ മാസ് 10 ആണെങ്കിൽ ഇപ്പോൾ രണ്ടിടത്ത് mg നോക്ക്, mg ഇവിടെയും mg. എനിക്ക് നിങ്ങളുടെ മാസ് 10, എൻ്റെ മാസ് 20.
ഇതിൽ നമ്മുടെ മാസ് മാത്രമേ മാറിയുള്ളൂ. ജി എന്തായിരിക്കും? നമ്മൾ സെയിം 9.8 ഇട്ട് കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ 10 ആണെങ്കിൽ 10 ഇട്ട് കൊടുക്കും. 9.8 ഇട്ട് കൊടുക്കുന്നത്. കാരണം ഭൂമി നമുക്ക് രണ്ടുപേരെയും പിടിച്ച് വലിക്കുന്ന വലി ആക്സേഷൻ, അവിടെ കിട്ടുന്ന ആക്സേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? ഭൂമിക്ക് വ്യത്യാസമില്ല. ഓക്കെ, ബാക്കിയുള്ള മനുഷ്യനെ പോലെ ജാതി മത വ്യത്യാസമൊന്നും മാർക്കില്ല, ഭൂമിക്കില്ല. ഭൂമി എല്ലാത്തിനെയും ഒരേപോലെ ആയിരിക്കും താഴോട്ട് വലിക്കുക. ക്ലിയർ ആയോ? ശ്രദ്ധിച്ച് കേൾക്കേടാ. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തും. നമ്മൾ പഠിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ രണ്ട് വസ്തുക്കൾ നിർബാധം താഴേക്ക് വരുമ്പോൾ, ശ്രദ്ധിച്ചേക്കണേ, രണ്ട് വസ്തുക്കൾ നിർബാധം താഴേക്ക് വരുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റിയാണ്. അവിടുത്തെ ആക്സിലറേഷൻ, അവിടുത്തെ ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണത്തെ വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. ക്ലിയർ ആയോ? ഭൂഗുരുത്വാകർഷണ ത്വരണത്തെ വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ടും ഒരേ സമയം എന്ത് ചെയ്യുന്നത്? താഴെ എത്തുന്നത്. പറയാൻ പറ്റൂലേ? ഞാൻ ഇതെല്ലാം ഒറ്റ സെന്റൻസ് ആക്കണ, ശ്രദ്ധിച്ചു കേട്ടോ. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കൾ താഴേക്ക് പതിക്കുമ്പോൾ, നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ വായുവിന്റെ പ്രതിരോധത്തെ പരിഗണിക്കുന്നില്ല, അങ്ങനെ താഴേക്ക് പതിക്കുമ്പോൾ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു. അതിന് അത് പറഞ്ഞയാൾ ഗലീലിയാണ്. അതിന് കുറച്ചുകൂടെ വിശദീകരണം കൊടുത്തത് ന്യൂട്ടനാണ്, പരീക്ഷണത്തിലൂടെ കോയിൻ ഫെദർ എക്സ്പെരിമെന്റ്. അങ്ങനെ രണ്ടും ഒരേ സമയം താഴെ എത്തുന്നു. ഇങ്ങനെ രണ്ടും ഒരേ സമയം താഴെ എത്താനുള്ള കാരണം എന്താണ്? കാരണം രണ്ടുപേരും നിർബാധം താഴേക്ക് വരുമ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റിയാണ്, ബലം കൊടുക്കുന്നത് ഗ്രാവിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. ഭൂഗുരുത്വാകർഷണ ത്വരണത്തെ വസ്തുവിന്റെ മാസ് ബാധിക്കുന്നില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം നിങ്ങൾക്ക് സെറ്റായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരൊറ്റ ഇക്വേഷൻ മതിയടാ. G=gm/r². ക്ലിയർ? W=mg നമുക്ക് ആൾറെഡി അറിയാം. മാസ് കോൺസ്റ്റന്റ് ആണ്, മാസ് മാറൂല. ജി എവിടെ കൂടുമോ, ജി എവിടെ കുറയുമോ അവിടെ വെയിറ്റും കൂടും, വെയിറ്റും കുറയും. അല്ലേ? നിങ്ങൾ F=ma എന്ന് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാസ് കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ അനുസരിച്ചാണ് ഫോഴ്സ്, അല്ലെങ്കിൽ ഫോഴ്സിനനുസരിച്ചാണ് ആക്സിലറേഷൻ. ക്ലിയർ? അതുപോലെ തന്നെ ജി നോക്ക്, ജിയും വെയിറ്റും തമ്മിലാണ് ബന്ധം. ജി കൂടിയാൽ വെയിറ്റ് കൂടും, ജി കുറഞ്ഞാൽ വെയിറ്റ് കുറയും. കോൺസെപ്റ്റ് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉഡായിപ്പിലൂടെ പഠിച്ച കാര്യമാണ് ഞാൻ ഡീറ്റെയിലിൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, G=gm/r² അല്ലേ? എടാ മാസ് നിങ്ങൾ നോക്ക്, x=a/b എന്ന് എഴുതുന്ന സമയത്ത് ബി കൂടിയാൽ അല്ലെങ്കിൽ എ കൂടിയാൽ എക്സ് കൂടും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? താഴത്തെ കേസ് തൽക്കാലത്തേക്ക് വിട്ടേരെ. അങ്ങനെയാണെങ്കിൽ ജി ആൾറെഡി കോൺസ്റ്റന്റ് ആണ്. മാസ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജി കൂടുതലായിരിക്കൂലേ? ഏറ്റവും കൂടുതൽ മാസ് കൂടിയ ഗ്രഹം അതേതാണ്? വ്യാഴമാണ്. വ്യാഴത്തിന് മാസ് വലിപ്പം ഭയങ്കര കൂടുതലാണ്, മാസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വ്യാഴത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ജി അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ജി അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണെങ്കിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്നതും എവിടെയായിരിക്കും? വ്യാഴത്തിലായിരിക്കും. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ വലിപ്പം വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ നോക്കും വ്യാഴം ഏറ്റവും കൂടുതൽ, നമുക്ക് വ്യാഴത്തിനാണ് ഏറ്റവും വലുത്, അപ്പം വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ജി കൂടുതൽ, വെയിറ്റ് കൂടുതൽ, അപ്പോൾ സംഭവമൊക്കെ സെറ്റ്. എന്നാൽ രണ്ടാമത് വലിയ ഗ്രഹം ശനിയല്ലേ? പക്ഷെ ശനിക്ക് മാസിന്റെ അളവിൽ ശനിയല്ല രണ്ടാമത്. ക്ലിയർ? ശനിക്കകത്ത് കുറെ മറ്റേ വാതകങ്ങളൊക്കെയാണ്, അപ്പോൾ ശനി പറയാൻ പറ്റൂല. ഇനി ശനി ഒന്നും ചോദിക്കൂല, ഇത് മാത്രമായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. മാസ് കൂടിയ ജി കൂടണമല്ലോ. അങ്ങനെയാണെങ്കിൽ മാസ് കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വ്യാഴത്തിൽ മാസ് കൂടുതലായതുകൊണ്ട് സ്മോൾ ലെറ്റർ ജി. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏത്? PSC ചോദിക്കും ഉറപ്പ്. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് ഏത്? വ്യാഴം. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നതും വ്യാഴത്തിലായിരിക്കും. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നതും ഏത് ഗ്രഹത്തിലായിരിക്കും? വ്യാഴത്തിലായിരിക്കും. പക്ക ക്ലിയർ? ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശം, ഭൂമധ്യരേഖാ പ്രദേശം. അതെന്താണ്? ഭൂമിയുടെ കേസാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ മനസ്സിലാക്കുക. എടാ, നിങ്ങളോട് ചോദിക്കും, ഉയരം കൂടുമ്പോഴും ആഴം കൂടുമ്പോഴും ജി കുറയുമോ കൂടുമോ എന്ന് ചോദിക്കും. PSC ചോദ്യമാണ്. ഉയരം കൂടുമ്പോഴും ആഴം കൂടുമ്പോഴും ജി കൂടുമോ കുറയുമോ എന്ന് എന്ത് ചെയ്യും ചോദിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ഭൂമിയാണ്. നിങ്ങളോട് PSC ചോദിക്കും, ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ സർഫസിൽ നിന്ന്, ഇതാണ് ഭൂമിയുടെ ഉപരിതലം, ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുമ്പോൾ ജിക്ക് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ ആഴം കൂടുമ്പോൾ ജിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കും. സർഫസിൽ നിന്ന് മുകളിലോട്ട് പോയാൽ ജി കൂടുമോ കുറയുമോ എന്ന് ചോദിക്കും. സർഫസിൽ നിന്ന് താഴോട്ട് വന്നാൽ ജി കൂടുമോ
കുറയുമോ എന്ന് ചോദിക്കും. എടാ സിംപിളി ജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം G is equal to gm/r² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ, സിമ്പിൾ, ഇത്രയല്ലുള്ള പരിപാടി. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കടാ, മുകളിലോട്ട് പോകുന്ന സമയത്ത് ഡിസ്റ്റൻസ് കൂടെയല്ലേ സെൻട്രലിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത്, സെൻട്രലിലോട്ടാണ് എന്തുള്ളത്, ഫോഴ്സ് ഉള്ളത്. സെൻട്രലിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് രണ്ട് രീതിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമേ. സെൻട്രലിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അകലം കൂടുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? ഇവിടെ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ ഇവന്റെ ആകർഷണം കൂടുതലും ഇവന്റെ ആകർഷണം എന്തുമായിരിക്കും, കുറവുമായിരിക്കും. നമ്മൾ പഠിച്ചതാണ് അകലം കൂടുമ്പോൾ, ശ്രദ്ധിച്ചേക്ക, അകലം കൂടുമ്പോൾ ആകർഷണ ബലം എന്ത് ചെയ്യും, കുറയും, അല്ലെ? അകലം കൂടുമ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കടാ. അകലം ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഗുരുത്വാകർഷണ ബലം, ആകർഷണ ബലം എന്ത് ചെയ്യും, കുറയും. ബലം കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്സിലറേഷനും കുറയൂലേ? ഇവിടുത്തെ ആക്സിലറേഷൻ ഏതാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? ജിയും എന്ത് ചെയ്യും, കുറയും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പക്ക നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അകലം കൂടിയപ്പോൾ എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി ഇതേ കോൺസെപ്റ്റിൽ നിങ്ങൾ തിരിച്ചാലോചിച്ച് നോക്ക്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ, ഡിസ്റ്റൻസ് താഴോട്ട് വരുമ്പോൾ ഇവിടത്തെ എന്താണ്, ഡിസ്റ്റൻസ് കുറയുന്നു. ഡിസ്റ്റൻസ് കുറയുന്ന സമയത്ത് ഫോഴ്സ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഫോഴ്സ് കൂടുമ്പോൾ ആക്സലറേഷനും കൂടും. അപ്പം ജിയും എന്ത് ചെയ്യും, കൂടും. ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? പക്ഷേ ഇത് തെറ്റാണ്. രണ്ടാമത്തെ സാധനം എന്താണ്, തെറ്റാണ് ഗൈസ്. ക്ലിയർ, നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം ഓക്കെ, കാരണം മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും സിമ്പിൾ ഇത്രയേ ഉള്ളൂ, ഫോഴ്സ് കുറയുന്നു. ഫോഴ്സ് കുറഞ്ഞാൽ ആക്സിലറേഷൻ കുറയും, ജിയും കുറയും. പക്ഷേ ഇതേ കോൺസെപ്റ്റ് നമ്മൾ പറയാണ്, താഴോട്ട് അടുത്തോട്ട് വരുമ്പോൾ ഫോഴ്സ് കൂടും, ഫോഴ്സ് കൂടിയാൽ ആക്സിലറേഷൻ കൂടും, ജി കൂടും എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയും, ചില കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും പഠിക്കുക, ഉയരം കൂടുമ്പോൾ ജി കുറയും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആഴം കൂടുമ്പോൾ ജി കൂടും, ഇങ്ങനെ പഠിച്ചു വയ്ക്കും. ഇത് തെറ്റാണ്. ക്ലിയർ, ഉയരം കൂടിയാലും ആഴം കൂടിയാലും ജി കുറയും. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അവിടുത്തെ കോൺസെപ്റ്റ് ഇതല്ല. നിങ്ങൾ ആദ്യം കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എടാ ശ്രദ്ധിച്ചു കേട്ടോണേ, നമ്മളിവിടെ ഒരു ബ്ലാങ്ക് ഞാൻ പറഞ്ഞുതരാം. x is equal to a/b എന്ന് എല്ലാവരും പറയും. എന്നിട്ട് പറയും a കൂടിയാൽ x കൂടും, a കുറഞ്ഞാൽ x കുറയും. അതേപോലെ ബി കൂടിയാൽ എക്സ് കുറയും, ബി കുറഞ്ഞാൽ എക്സ് എന്ത് ചെയ്യും, കൂടും. ഇങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ പറയണമെങ്കിൽ അപ്പുറത്തെ ആള് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. ശ്രദ്ധിച്ചു കേട്ടോണേ, എ കൂടുമ്പോൾ ബി, ഈ എക്സും കൂടണമെങ്കിൽ ബിക്ക് എന്തുണ്ടാവാൻ പാടില്ല, മാറ്റമുണ്ടാവാൻ പാടില്ല. അതുപോലെ ബി കൂടുമ്പോൾ എക്സ് കുറയുകയും ചെയ്യണമെങ്കിൽ എക്ക് എന്തുണ്ടാവാൻ പാടില്ല, മാറ്റമുണ്ടാവാൻ പാടില്ല. ക്ലിയർ ആയോ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വസ്തു എവിടെ ഇരിക്കുന്നു, ആദ്യം സർഫസിൽ ഇരിക്കുന്നു. ക്ലിയർ, സർഫസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ gm/r² എന്നല്ലേ? അപ്പൊ r കൂടുമ്പോൾ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ g കുറയണമെങ്കിൽ ഈ gm എന്താവണം, മാറ്റമില്ലാതിരിക്കണം. ക്ലിയർ, ഈ gmന്റെ സ്ഥലത്ത് മാറ്റം ഉണ്ടാവാൻ എന്തില്ല, പാടില്ല. ഇനി ഇത് മനസ്സിലാവാത്ത കുട്ടികൾക്ക് നിങ്ങൾ നോക്കടാ, 20 is equal to, ഇപ്പം നമുക്ക് 20 ഉണ്ട്, 5 എടുക്കാം, 5 എളുപ്പമുണ്ട്. 5 is equal to 20/4 എന്ന് എഴുതാം. ക്ലിയർ, ഇനി അടുത്ത് ഇതേ സമയത്ത് 20/20 തന്നെ ആയിരിക്കണം. 4ന് പകരം ഞാൻ 5 അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്താണ് 10 ആക്കിയാൽ ഇവിടെ 2 ആകും, അല്ലേ? അതായത് ഇവിടെ നോക്ക്, ഇവിടെ കൂടിയപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കുറഞ്ഞു. ക്ലിയർ ആയോ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്? ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യ നോക്ക്, 4 10 കൂടിയപ്പോൾ ഇപ്പുറത്തുണ്ടായിരുന്ന എന്ത് ചെയ്തു, കുറഞ്ഞു. അതിന് രണ്ടിടത്തും 20 എന്തായിട്ട് നിന്നു, മാറാതെ നിന്നു. അതുപോലെ ഇവിടെയും വരുമ്പോൾ ഈ gm/r² എന്നൊരു സാധനം ഇല്ലേ, അതിൽ r കൂടുമ്പോൾ g കുറയണമെങ്കിൽ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ, നമ്മൾ ഡിസ്റ്റൻസിനെ ആണല്ലോ r ആക്കി എടുത്തത് ഡെറിവേഷനിൽ. അതാണ് ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസിനല്ലേ നമ്മൾ r ആക്കി എടുത്തത്. സോ ഇത് d² തന്നെയാണ്. നമ്മൾ ഭൂമിയുടെ കേസായിട്ട് r² എന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് g കുറയണമെങ്കിൽ ഈ gm എന്നുള്ള സ്ഥലം എന്തായിട്ട് നിൽക്കണം, മാറാതെ നിൽക്കണം. ജി നമുക്കറിയാം, ജി ഒരിക്കലും മാറൂല. 6.67 ഇൻറ്റു 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, മാറൂല. അപ്പം മാസ് എന്ത് ചെയ്യണം, മാറാതെ നിൽക്കണം. മാസ് മാറാതെ നിന്നാൽ മാത്രമേ 6 കൂടുമ്പോൾ ജി എന്ത് ചെയ്യുള്ളൂ, കുറയുള്ളൂ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ 6 കുറയുമ്പോൾ ജി എന്ത് ചെയ്യുള്ളൂ, കൂടുള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു വസ്തുവിനെ, ഇച്ചിരി പാടായിട്ടൊക്കെ തോന്നും, പക്ഷേ എളുപ്പമുള്ള കോൺസെപ്റ്റ് ആണ്, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇവനെ ഇവിടെയും വയ്ക്കുന്നു, ഈ വസ്തുവിനെ ഇവിടെയും എന്ത് ചെയ്യുന്നു, വയ്ക്കുന്നു. ഈ 2 സ്ഥലത്ത് വെച്ചപ്പോഴും വലിച്ച ഭൂമിയുടെ അകത്തുള്ള മാസിന്റെ അളവ് എന്താണ്, സെയിം ആണ്.
ക്ലിയർ ആയോ? ഫുൾ മാസ് ഭൂമിക്കകത്ത് ഇത്രയും മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഭൂമിക്കകത്ത് നോക്കിക്കോ, ഇത്രയും മാസ് ഉണ്ട്, ഭൂമിക്കകത്ത് ഇത്രയും മാസ് ഉണ്ട്. ഈ മാസ് എല്ലാം, ഈ എല്ലാ മാസും ഇവൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ആകർഷിച്ചു. അപ്പൊ ഇവിടെ ഇരുന്നപ്പോഴും ആകർഷിച്ച മാസിന്റെ അളവ് എന്താണ്? സെയിം ആണ്. അപ്പൊ മാസ് മാറുന്നില്ല. അപ്പൊ നമുക്ക് 6 കൂടിയാൽ എന്ത് കുറയുമെന്ന് പറയാം? ജി കുറയുമെന്ന് പറയാം. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇവിടെയുള്ള മാസ്, ഈ മാസ് തന്നെയാണ് ഇവനെയും വലിച്ച മാസിന്റെ അളവ് സെയിം ആണ്. സോ മാസ് സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം 6 കൂടിയാൽ എന്ത് കുറയും? ജി കുറയും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കൂടിയപ്പോൾ, ഉയരം കൂടിയപ്പോൾ എന്ത് കുറഞ്ഞു? ജി കുറഞ്ഞു. ഇത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ക്ലിയർ ആയോ? എന്നാൽ രണ്ടാമത്തേലോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആഴം കൂടുമ്പോൾ ഗൈസ് അവിടെയാണ് പ്രശ്നം. ഇതാണ്, ഞാൻ ഇത്തിരി ഇതാക്കി വരയ്ക്കാമേ, ഇത് വൃത്തിയായിട്ടൊക്കെ തോന്നും, പക്ഷേ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂടാ. ഇതാണ് ഭൂമി. ക്ലിയർ ആയോ? ഇതാണ് ഭൂമി. ഭൂമിക്ക് ഞാനൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഏകദേശം സെയിം ആയിട്ടൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കയ്യിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡാർക്കായിട്ടാണ് പരിപാടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഞാനിതില്ലാതെ ഇങ്ങനെ വരയ്ക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഭൂമിയെന്ന് എന്ത് ചെയ്യുക? വിചാരിക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കേസ്, എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ വരച്ചൊക്കെ എഴുതുന്ന നല്ല വൃത്തിക്ക് വരച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥത തോന്നുന്ന ഒരാളാണ് ഞാൻ. സോ അതാണ് ഞാനിങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരി, നോക്കിക്കോ, ഇതാണ് ഭൂമി. ഇനി ഭൂമിയിൽ ഞാൻ മുകളിൽ ഇവിടെ ഒരു വസ്തുവിനെ വെച്ചു എന്ന് വിചാരിക്കുക. ക്ലിയർ? ഇവിടെയും ഞാനൊരു വസ്തുവിനെ വയ്ക്കുന്നു, സർഫസിൽ ഞാൻ വയ്ക്കുന്നു. അതിനുശേഷം ഇതാണ് സെന്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴോട്ട് എന്തുണ്ട്? ഒരു ആകർഷണം ഉണ്ട്. ക്ലിയർ? കളർ മാറ്റാം. ഓക്കെ, താഴോട്ട് എന്തുണ്ട്? ഒരു ആകർഷണം ഉണ്ട്. ഇനി അതിനുശേഷം താഴോട്ടൊരു ആകർഷണമുണ്ട്. അതിനുശേഷം ഞാൻ ഇതേ വസ്തുവിനെ ഇവിടെയും വയ്ക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ജി കൂടുതലെന്നാണ്, അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോൾ ജി കൂടുമോ കുറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലോട്ട് പോയി, അതായത് ഭൂമിയാണെങ്കിൽ ഭൂമിയുടെ അകത്തോട്ട്, അതായത് ഒരു കുഴി എടുത്ത് ഭൂമിയുടെ അകത്തോട്ട് പോയി, കിണറിൻ്റെ അകത്തോട്ടൊക്കെ പോകില്ലേ, അതേപോലെ ഭൂമിയുടെ അകത്തോട്ട് പോകുമ്പോൾ ജി കൂടുമോ കുറയോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഇവിടെ ഞാൻ നിൽക്കുകയാണ്, എന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങൾ ഈ കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെയുണ്ട്, നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പുറത്തുമുണ്ട്, കുറേ ആൾക്കാർ അപ്പുറത്തുമുണ്ട്. ആദ്യം നിങ്ങൾ എല്ലാവരും കൂടി നോക്കിക്കോ, ആദ്യം ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒരിടത്താണ് നിന്നിരുന്നത്. ഇത് ഞാൻ, ഇത് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് വലിച്ച വലിയുടെ അളവ് ഒരു 100 ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് വിളിച്ച് എത്രയാണ്? 100 ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എത്ര ഫോഴ്സ് അനുഭവപ്പെടും? 100 ഫോഴ്സ് അനുഭവപ്പെടും. ക്ലിയർ ആയോ? 100 ന്യൂട്ടൺ അല്ലെങ്കിൽ 100 ഫോഴ്സ് അനുഭവപ്പെടും. ക്ലിയർ? ഇനി നിങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി, എന്നിട്ട് ഇങ്ങോട്ട് നിങ്ങൾ എന്നെ ഒരു 70 വലിച്ചു എന്ന് വിചാരിക്കാം. ക്ലിയർ? ഇങ്ങോട്ട് നിങ്ങൾ എന്നെ ഒരു 30 വലിച്ചു എന്ന് വിചാരിക്കുക. ക്ലിയർ? നിങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയതിനു ശേഷം ഇപ്പുറത്ത് നിന്ന് 70 വലിക്കുന്നു, അപ്പുറത്ത് നിന്ന് 30 വലിക്കുന്നു. എനിക്ക് എത്ര ഫോഴ്സേ ഫീൽ ആവുള്ളൂ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയേ എനിക്ക് ഫീൽ ആകുള്ളൂ? സോ എനിക്കിവിടെ 40 ഫീൽ ആവുള്ളൂ. 40 ഇങ്ങോട്ട് എനിക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. എന്തുകൊണ്ട്? ഇങ്ങോട്ടുള്ള 70-നെതിരെ ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു 30 ഉണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? 30 ഉണ്ട്. അപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നതിൽ എന്തുണ്ടായി? മാറ്റം ഉണ്ടായി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്ത കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ 2 സെക്ഷനിലെ ആൾക്കാരും സെയിം ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? നിങ്ങൾ സെയിം ആണ്, ഇപ്പുറത്തുള്ള ആൾക്കാരും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 ആൾക്കാരും എന്നെ ഇങ്ങോട്ടും 50 വലിച്ചു, ഇങ്ങോട്ടും എന്നെ എന്ത് ചെയ്തു? 50 വലിച്ചു. എനിക്ക് ഫോഴ്സ് ഫീൽ ആവോ? ഇല്ല. ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? അവിടെ ബലമുണ്ട്. നിങ്ങൾ 2 പേരും എന്നെ വലിക്കുന്നുണ്ട്, പക്ഷേ ആകെ പരിണത ബലം നമ്മളിത് ഏതിൽ ചലനത്തിലും പഠിച്ചതാണ്. ആകെ പരിണത ബലം അഥവാ അവിടുത്തെ സഫല ബലം എന്നൊക്കെ പറയും. ഈ സാധനം നെറ്റ് ഫോഴ്സ് ആണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയോ? ഫോഴ്സ് അല്ല, ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായോ? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കൂടെ പിടിച്ചു വലിക്കുന്നു, എനിക്ക് ഇങ്ങോട്ട് 100 കിട്ടി. നിങ്ങൾ സ്പ്ലിറ്റായി, ഈ സൈഡിൽ നിന്ന് 70, ഈ സൈഡിൽ നിന്ന് 30. എനിക്ക് ഇങ്ങോട്ട് 40 ഫീൽ ആവുള്ളൂ, കാരണം ഈ 70-നെതിരെ 30 ഇപ്പുറത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ പിടിച്ചു വലിച്ചാൽ എനിക്ക് ഫോഴ്സ് ഉണ്ട്, പക്ഷേ എന്നിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കോൺസെപ്റ്റ് ഓക്കെ? ഇനി ഇതിവിടെ ഇട്ട് നോക്കുക. സോ ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും സ്ഥലത്തെ മാസം ഇവിടെ നിന്നപ്പോൾ എനിക്ക് താഴോട്ട് അനുഭവപ്പെട്ടത് ഒരു 100 ആണെന്ന് വിചാരിച്ചു. നേരത്തെ പോലെ താഴോട്ട് ഫുൾ ആൾക്കാരും വലിച്ചപ്പോൾ ഫുൾ ആൾക്കാരും അവരെടുത്തോട്ടാണ് വലിക്കുന്നത്. എത്ര? 100. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ
താഴോട്ട് സെയിം കോൺസെപ്റ്റ് നിങ്ങൾ ഇട്ടോട്. താഴോട്ട് എനിക്ക് 70 കിട്ടുന്നു. ബാക്കി ഇവിടെയുള്ള മാസ് എന്ത് ചെയ്യുന്നു? എന്നെ അവൻ്റെ അടുത്തോട്ടാണ് വലിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ എന്നെ എന്ത് ചെയ്യുന്നു? അവൻ്റെ അടുത്തേക്ക് എത്ര ചെയ്യുന്നു? 30 വലിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ എത്രയേ ഫീൽ ആവുള്ളൂ? 40. ക്ലിയർ ആയോ? ഫോഴ്സ് കുറഞ്ഞില്ലേ? അപ്പോൾ ആക്സിലറേഷനും എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്ന ബലം, അവിടെ ബലം കുറഞ്ഞു, അപ്പോൾ ആക്സിലറേഷൻ കുറയും. ഇവിടെ എന്ത് സംഭവിച്ചു? മാസിൽ വ്യത്യാസം വന്നു. മാസിൽ വ്യത്യാസം വന്നു. ഇവിടെ ഇപ്പോൾ ഇത്ര മാസല്ലേ ഉള്ളൂ. ക്ലിയർ. അപ്പോൾ നമുക്ക് G = gm/r². R കുറഞ്ഞു G കൂടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ മാസിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾ എന്നെ വലിച്ച് നിങ്ങൾ എന്നെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. സെൻറ്ററിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വലിക്കുന്നതും 50 ആയിരിക്കും, ഇപ്പുറത്തുള്ള മാസ് വലിക്കുന്നതും 50 ആയിരിക്കും. ക്ലിയർ. അപ്പോൾ എൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോഴ്സ് 0 ആണെങ്കിൽ ജിയും എന്താണ്? 0 ആണ്. അതാണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ G 0 ആകുന്നത്. ക്ലിയർ ആയോ? ഭൂമിയുടെ കേന്ദ്രത്തിൽ G എന്താണ്? 0 ആണ്. അവിടെ ഫോഴ്സ് ഇല്ല, ഗ്രാവിറ്റി ഇല്ല എന്നല്ല അർത്ഥം. ഫോഴ്സ് ഉണ്ട്, പക്ഷേ ടോട്ടൽ ഫോഴ്സ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ആകെ പരിണത ബലം 0 ആയതുകൊണ്ടാണ് G എന്തായിട്ട് മാറുന്നത്? 0 ആയിട്ട് മാറുന്നത്. ഇനി ഞാൻ എന്നെ കൺക്ലൂഡ് ചെയ്യട്ടേടാ. ശ്രദ്ധിച്ചോ, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉയരം കൂടുമ്പോഴും ആഴം കൂടുമ്പോഴും G എന്ത് ചെയ്യും? കുറയും. G കുറയുന്നതിനനുസരിച്ച് വെയിറ്റും എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ ഉയരം കൂടുമ്പോഴും ആഴം കൂടുമ്പോഴും വെയിറ്റും എന്ത് ചെയ്യും? കുറയും. അടുത്ത് കേന്ദ്രത്തിൽ ജിയുടെ വാല്യൂ 0 ആണ്. കാരണം അവിടുത്തെ ആകെ പരിണത ബലം ഇതൊക്കെ ചോദിക്കേ. പരിണത ബലം അഥവാ ആകെ സഫല ബലം 0 ആണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ G എന്തായിട്ട് മാറിയത്? 0 ആയിട്ട് മാറിയത്. പക്ക. ഇനി എന്തുകൊണ്ട് ധ്രുവപ്രദേശത്ത് കൂടുതൽ, ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവ്? അതിനും ഉത്തരവുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭൂമിയുടെ ഷേപ്പ് ഇതല്ലേ ഭൂമിയുടെ ഷേപ്പ്? ജിയോയുടെ ഷേപ്പ് അല്ലേ? സെന്റർ. സത്യത്തിൽ ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾ പറ, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് മുകളിലോട്ട് പോയാലും G എന്ത് ചെയ്യും? കുറയും. താഴോട്ട് വന്നാലും G എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് എവിടെയാണ്? സർഫസിലാണ്, ഉപരിതലത്തിലാണ്. ക്ലിയർ ആയോ? ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണം അനുഭവപ്പെടുന്നത് സർഫസിലാണ്, ഉപരിതലത്തിലാണ്. ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ട് പോയാലോ താഴോട്ട് പോയാലോ ജിയും കുറയും, അതേപോലെ എന്തും കുറയും, അതിന്റെ വെയിറ്റും കുറയും. പക്ക. ഇനി അങ്ങനെയാണെങ്കിൽ സർഫസിനെ അല്ലേ നമ്മൾ രണ്ടായിട്ട് തിരിച്ചത്? സർഫസിനെ നമ്മൾ എന്തെന്നൊക്കെ തിരിക്കുന്നു? ധ്രുവപ്രദേശം എന്നും തിരിച്ചിട്ടുണ്ട്, അതേപോലെ ഭൂമധ്യരേഖാ പ്രദേശം എന്നും തിരിച്ചിട്ടുണ്ട്. ധ്രുവപ്രദേശമെന്നും ഭൂമധ്യരേഖാ പ്രദേശവും നമ്മൾ സർഫസിനെ തിരിച്ചിട്ടുണ്ട്. സോ ഇതിൽ നോക്ക്, ഞാനൊരു വസ്തു, ഞാൻ ഇവിടെ നിന്നാലും വലിക്കുന്ന മാസിന്റെ അളവ് ഇവിടെ സെയിം അല്ലേ? ഇവിടെ നിന്നാലും ഇത്രയും മാസാണ് വലിക്കുന്നത്, ഇവിടെ നിന്നാലും ഇത്രയും മാസാണ് വലിക്കുന്നത്. G = gm/r² വെച്ച് നോക്കുമ്പോൾ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏതിനെ കൺസിഡർ ചെയ്യാം? റേഡിയസിനെ കൺസിഡർ ചെയ്യാം. റേഡിയസ് കൂടിയാൽ G കൂടിയാൽ R കൂടിയാൽ G കുറയും, R കുറഞ്ഞാൽ എന്ത് കൂടും? G കൂടും. നിങ്ങൾ നോക്കിയിട്ട് പറ. സിമ്പിൾ അല്ലേ? ഇവിടെ ധ്രുവപ്രദേശത്ത് എന്ത് കുറവാണ്? റേഡിയസ് കുറവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ റേഡിയസ് എന്താണ്? കൂടുതലാണ്. R എന്താണ്? കൂടുതലാണ്. സോ R കൂടുതലുള്ള ഭൂമധ്യരേഖാ പ്രദേശത്ത് G കുറവായിരിക്കും. R കുറവുള്ള ധ്രുവപ്രദേശത്ത് G എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാര്യം മനസ്സിലായോ? സെന്ററിൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് Gm എന്താണ്? 0 ആണ്. ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഞാൻ എന്തിന് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ക്വസ്റ്റ്യൻ ഏത് ലെവലിൽ വേണോ വരാം. ക്ലിയർ. ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയട്ടെ. സോ അതിനു മുമ്പ് നമുക്കിതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യണം. ശ്രദ്ധിച്ചു കേട്ടോടാ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് സർഫസിലാണ്. ഏറ്റവും കൂടുതൽ G എവിടെയാണ്? സർഫസിലാണ്. സർഫസിൽ നിന്ന് മുകളിലോട്ട് പോയാലും താഴോട്ട് വന്നാലും G എന്ത് സംഭവിക്കും? കുറയും. അതിനനുസരിച്ച് വെയിറ്റും എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒരു വസ്തുവിന് സർഫസിൽ ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്ത്, പോളാർ റീജിയനിലും ഏറ്റവും കുറവ് G അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തുമാണ്. പക്കയായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? കൈയൊക്കെ വേർത്ത് എഴുത്തൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളോട് ചോദ്യം, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് എവിടെ? ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ വരെ, ഭൂമിയിൽ നിന്ന് 5000 കിലോമീറ്റർ താഴെ, ഭൂമിയുടെ കേന്ദ്രത്തിൽ. എവിടെയാണ് ഏറ്റവും കൂടുതൽ G? സർഫസിൽ, ഉപരിതലത്തിലാണ് ഏറ്റവും കൂടുതൽ G. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് എവിടെ? കേന്ദ്രത്തിൽ, ധ്രുവപ്രദേശത്തിൽ, ഭൂമധ്യരേഖാ പ്രദേശത്തിൽ, കുന്നിന്റെ മുകളിൽ. എവിടെയാണ്? ധ്രുവപ്രദേശത്തിൽ. ക്ലിയർ ആയോ? ഇനി ധ്രുവപ്രദേശവും ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്.
ചോദ്യത്തിൽ ധ്രുവപ്രദേശമില്ല, സർഫസ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ, അതായത് കുന്നിന്റെ മുകളിൽ, കുന്നിന്റെ താഴെ, സർഫസിൽ, കേന്ദ്രത്തിലാണെങ്കിൽ സർഫസ് എന്ന് എഴുതണം. ക്ലിയർ ആയോ? ഇനി ഓപ്ഷനിൽ ഉപരിതലം, സർഫസും വന്നു, അതേപോലെ ധ്രുവപ്രദേശവും വന്നു. നിങ്ങൾ ഏത് സോർട്ട് ചെയ്യുന്ന വെച്ചാൽ ധ്രുവപ്രദേശം എടുക്കണം. കാരണം സർഫസിലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്? ധ്രുവപ്രദേശത്താണ്. സർഫസിലും ഏറ്റവും കൂടുതൽ ജി അനുഭവപ്പെടുന്ന എവിടെയാണ്? ധ്രുവപ്രദേശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എന്തെന്ന് പറയും? ധ്രുവപ്രദേശം എന്ന് പറയും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പക്കയായോ? ഞാൻ ഇതൊന്നും കൂടെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ജി ഉള്ളത് എവിടെയെന്ന് ചോദിച്ചിട്ട്, ഇപ്പോൾ കുന്നിന്റെ മുകളിൽ, അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഉയരത്തിൽ, അല്ലെങ്കിൽ 100 മീറ്റർ ആഴത്തിൽ, 100 മീറ്റർ ആഴത്തിൽ, കേന്ദ്രത്തിൽ, ഭൂമിയുടെ കേന്ദ്രത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ വന്നാൽ ഏത് എഴുതണം? ഉപരിതലം എന്ന് എഴുതണം. അതിന് പകരം ഓപ്ഷൻ ധ്രുവപ്രദേശത്തിൽ, എന്താണ്, ഭൂമധ്യരേഖാ പ്രദേശത്തിൽ, അതേപോലെ കേന്ദ്രത്തിൽ ഇവയൊന്നുമല്ല. ഇങ്ങനെ വല്ലതും വന്നാൽ ഏതെന്ന് എഴുതണം? ധ്രുവപ്രദേശം എന്ന് എഴുതണം. ഓപ്ഷനിൽ ധ്രുവപ്രദേശമെന്നും ഉപരിതലമെന്നും രണ്ടും ഉണ്ട്, അതേപോലെ കേന്ദ്രമെന്നും അതുപോലെ തന്നെ എന്താണ് ഭൂമധ്യരേഖാ പ്രദേശം എന്നൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ? അപ്പോൾ ഉപരിതലവും ധ്രുവപ്രദേശവും ഒരുമിച്ച് വന്നില്ലേ? അപ്പോൾ ധ്രുവപ്രദേശം എഴുതണം. കാരണം എന്താണ്? ഉപരിതലത്തിലും ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ധ്രുവപ്രദേശത്തിലാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ജി ആണ്. ധ്രുവപ്രദേശത്ത് ജി കൂടുതലും, ഭൂമധ്യരേഖാ പ്രദേശത്ത് ജി കുറവും. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തെയും ജി രണ്ടായിരിക്കൂലേ? സോ പി എസ് ചോദിക്കും ധ്രുവപ്രദേശത്തെ പോളാർ റീജിയനിലെ ജി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അടുത്തത് ഭൂമധ്യരേഖാ പ്രദേശത്തെ ജി എത്ര? ഭൂമധ്യരേഖാ പ്രദേശത്തെ ജി ഇങ്ങനെയാണെന്ന് ഭൂമധ്യ. എനിവേ ഭൂമധ്യരേഖാ പ്രദേശത്തെ ജി എത്ര എന്ന് ചോദിച്ചാൽ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഭൂമിയുടെ ആവറേജ് ജി, ടോട്ടൽ നമ്മൾ സർഫസ് ഒക്കെ എടുത്തിട്ട് ഭൂമിയുടെ സർഫസിലെ നമ്മൾ നോർമലി സർഫസ് ഇക്വേറ്ററൊക്കെ എന്താണ് ഒരു റേഡിയസ് ഒക്കെ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ജി ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോറി, ഇത് 81 അല്ല 83 ആണ്, 9.83 ആണ്. ഇതാണ് 9.81. അതായത് നമ്മൾ 9.81നെയാണ് ഷോർട്ട് ആക്കി എന്തെന്ന് എഴുതുന്നത്? 9.8 എന്ന് എഴുതുന്നത്. ക്ലിയർ? അപ്പം ധ്രുവപ്രദേശത്തെ ജി എത്ര? ഇങ്ങനെ അടിച്ചത് 9.8നേക്കാൾ കൂടുതൽ ധ്രുവപ്രദേശം, 9.8നേക്കാൾ കുറവ് ഭൂമധ്യരേഖാ പ്രദേശം, 9.78 ഭൂമധ്യരേഖാ പ്രദേശം, 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എവിടെയാണ്? ധ്രുവപ്രദേശം ാണ് ചോദിക്കുകയെ. ക്ലിയർ ആയോ? ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരാള് ഭൂമിയുടെ സർഫസിൽ നിന്നും മുകളിലേക്ക് ചാടുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. ഒരാൾ ഭൂമിയുടെ സർഫസിൽ നിന്നും മുകളിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു, അതുപോലെ കുന്നിന്റെ മുകളിൽ നിന്നും മുകളിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. എവിടെ നിന്നാണ് അയാൾക്ക് കൂടുതൽ ഉയരത്തിൽ ചാടാൻ പറ്റുന്നത്? കുന്നിന്റെ മുകളിലായിരിക്കും. കാരണം താഴോട്ടുള്ള ഫോഴ്സ്, ഗ്രാവിറ്റി കൂടുതലുള്ളത് എവിടെയാണ്? സർഫസിലാണ്. സർഫസിൽ താഴോട്ടുള്ള ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ കുറച്ചേ മുകളിലോട്ട് പോകാൻ പറ്റൂ. ഉയരം കൂടുമ്പോൾ, ഹൈറ്റ് കൂടുമ്പോൾ ജി കുറയുന്നു നിങ്ങൾ പഠിച്ചില്ലേ? അതേപോലെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോഴ്സും അവിടെ എന്ത് ആയിരിക്കും? കുറയുമായിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുന്നിന്റെ മുകളിൽ നിന്നാണ് മുകളിലോട്ട് ചാടാൻ എളുപ്പം. കാരണം അവിടെ ഫോഴ്സ് അങ്ങോട്ടല്ല, ഫോഴ്സ് അല്ലെങ്കിൽ ജി എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ എവിടെയാണോ ജി കൂടുതൽ അവിടെ മുകളിലോട്ട് ചാടാൻ ഭയങ്കര പാടായിരിക്കും. എവിടെയാണോ ജി കുറവ് അവിടെ മുകളിലോട്ട് ചാടാൻ എളുപ്പമായിരിക്കും. ഇത് വെച്ചൊരു ചോദ്യമുണ്ട്. ഒരു വസ്തുവിന് ഭൂമിയിൽ നിന്നാണോ അതോ ചന്ദ്രനിൽ നിന്നാണോ ഉയരത്തിൽ ചാടാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനിൽ നിന്ന് കുറച്ചും കൂടെ ഉയരത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ചാടാൻ വേണ്ടി പറ്റും. കാരണം ചന്ദ്രനിലെ ജി ഭൂമിയുടെ ജിയേക്കാൾ കുറവാണ്. ഇനി തിരിച്ച് ഭൂമിയിൽ നിന്നാണോ വ്യാഴത്തിൽ നിന്നാണോ ഒരാൾക്ക് ഏറ്റവും ഉയരത്തിൽ ചാടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഭൂമിയിലാണ്. കാരണം വ്യാഴത്തിന്റെ ജി കൂടുതലും ഭൂമിയുടെ ജി എന്തുവാണ്? കുറവുമാണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് പക്ക കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഇതാണ് നമുക്ക് ജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോട്ട് വായിച്ചു നോക്കിയാൽ തന്നെ പക്ക കാര്യങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാകും. ഈ 2 ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് റിവിഷനിൽ ചെയ്യാമേ. അടുത്ത് അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇവിടെ ഒരു വസ്തു, നിങ്ങൾ ചിലപ്പോൾ PS ചോദിക്കും, ഒരു വസ്തുവിന് ഇതൊക്കെ ചന്ദ്രൻ്റെ ജിയുടെ വാല്യൂ കണ്ട 1.62 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണാതെ പഠിച്ച് വയ്ക്കണം. ചോദിക്കും. അടുത്ത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണേ. നിങ്ങളോട് ചോദിക്കും, ഒരു വസ്തു നമ്മളൊരു വസ്തുവിനെ താഴേക്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വസ്തുവിന് ഞാനൊരു നമ്മുടെ ഏതാണ് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചാണല്ലോ വെയിറ്റ് ഇളക്കുന്നത് പറഞ്ഞാൽ ഏതാണ്? സ്പ്രിംഗ് ത്രാസ്. സ്പ്രിംഗ് ത്രാസിൽ ഞാൻ തൂക്കിയ സമയത്ത് ആ വസ്തുവിൻ്റെ വെയിറ്റ് 60 ന്യൂട്ടൺ എന്ന് കാണിച്ചു. ക്ലിയർ? 60 ന്യൂട്ടൺ എന്ന് കാണിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഞാൻ എത്രയാണ്? 10 എന്നെടുത്തേ, 10 അല്ലല്ലോ 98 എന്നെടുത്തേ. എത്രയാണെന്നെടുത്തു? 98 ന്യൂട്ടൺ എന്ന് കാണിച്ചു. ക്ലിയർ? ഞാൻ ഇവനെ ഫ്രീ ഫോൾ ആയിട്ട് നിർബാധം താഴേക്ക് വിടുകയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? ഈ വസ്തുവിനെ സ്പ്രിംഗ് ത്രാസ് ഉൾപ്പെടെ ഞാൻ ഫ്രീ ഫോൾ ആയിട്ട് താഴോട്ടിടുകയാണ്. താഴോട്ടിട്ടത് നിർബാധം ഞാൻ എന്ത് ചെയ്തു? താഴോട്ട് അയക്കുന്നു. അങ്ങനെ നിർബാധം താഴേക്ക് വീഴുമ്പോൾ ഇവനിൽ കാണിക്കുന്ന റീഡിങ് എത്രയാണെന്ന് ചോദിക്കും.
ക്ലിയർ? ശ്രദ്ധിച്ചേക്കണേ. ഒരു വസ്തു ഞാൻ സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ട് അപ്പം ഫോർ എക്സാമ്പിൾ 98 ന്യൂട്ടൺ കാണിച്ചു. ഇതിൽ ഞാൻ ഈ സ്പ്രിംഗ് ത്രാസിനെയും ഈ വസ്തുവിനെയും ഫ്രീ ഫോൾ ആയിട്ട് താഴോട്ടിട്ടാൽ വസ്തുവിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കും. വസ്തുവിന്റെ റീഡിംഗ് കാണിക്കുന്ന വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ വെയിറ്റ് 0 ആയിരിക്കും. വെയിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സംഭവം ഒരു വസ്തു നിർബാധം താഴേക്ക് വീഴുമ്പോൾ ആ വസ്തുവിന് വെയിറ്റ് ഇല്ലാത്തതുപോലെ തോന്നും. അതാണ് നിങ്ങൾ മറ്റേ ഈ സംഭവം മറ്റേ നമ്മുടെ വീഗാലൈനിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ എന്ന് കയറി പോണ സാധനമില്ലേ, ഇതിലിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുളിർമ തോന്നി അകത്ത് കിടക്കണ എല്ലാം പുറത്തോട്ട് വരൂലേ, ഒരു വെയിറ്റ് ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും തോന്നും. നിങ്ങൾക്ക് ഫീൽ ആയിട്ടില്ലേ? അതേപോലെ ചിലപ്പം ബൈക്കിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇറക്കം ഇങ്ങനെ ഉസ്സെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു കുളിർമ നിങ്ങൾക്ക് തോന്നൂലേ, അതേപോലെ തന്നെ ഒരുപാട് കണ്ടീഷൻസ് ഇല്ലേ അവിടെ ലിഫ്റ്റിലൊക്കെ താഴോട്ട് വരുമ്പോൾ. അതേപോലെ ചോദിക്കുന്നത് ലിഫ്റ്റ് പൊട്ടി താഴോട്ട് വീഴുകയാണെങ്കിൽ, ലിഫ്റ്റ് ഫ്രീ ഫോൾ ആയിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ നിങ്ങൾ നിർബാധം അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കട്ടെ. ലിഫ്റ്റ് പൊട്ടി താഴോട്ട് ഇടുമ്പോൾ ഒരു ഫീലിങ്സ് അനുഭവിക്കാൻ പറ്റാതിരിക്കട്ടെ. സോ താഴോട്ട് വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് തോന്നൂലേ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നൂലേ, അതായത് ഭാരമില്ലായ്മ ഫീൽ ആകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതാണ്. ക്ലിയർ? ഇത്രയുള്ള പരിപാടി. നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് പടാന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വീഴും. നിർബാധം ഒരു വസ്തു താഴേക്ക് വധിക്കുമ്പോൾ ആ വസ്തുവിന് ഭാരമില്ലായ്മ തോന്നും. ക്ലിയർ? ആ വസ്തുവിന് എന്ത് തോന്നും? ഭാരമില്ലായ്മ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രിംഗ് ത്രാസ് വെച്ച് തൂക്കിക്കഴിഞ്ഞാലും കാണിക്കുന്ന റീഡിംഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് വെയിറ്റ്? W=mg അല്ലേ? ക്ലിയർ? അവിടെ ഇപ്പോൾ 98 കിട്ടണമെങ്കിൽ 10 × 9.8 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 98 ന്യൂട്ടൺ എൻ്റെ വെയിറ്റ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നോർമലി നിൽക്കുമ്പോൾ ഞാനൊരു പ്ലാറ്റ്ഫോമിൽ ചവിട്ടി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. സോ തൂക്കിയിടുന്നെന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഞാനൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? നിൽക്കുമ്പം എൻ്റെത് 98 ആണ്. അപ്പോൾ എന്നെ ഭൂമി താഴോട്ട് ഭൂമി എന്നെ താഴോട്ട് വലിക്കുന്നുണ്ട്. അത് G ആണ്. ആ G എത്ര? 9.8. ക്ലിയർ? ഇനി ഞാനിവിടെ എനിക്ക് വെയിറ്റിന് വേണ്ടിയുള്ള ആക്സറേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? W=mg അല്ലേ? ആ വെയിറ്റ് വേണമെങ്കിൽ അത് F=ma ആണ്. അവിടെ A ആയിട്ട് ഇവിടെ എന്ത് ആക്ട് ചെയ്യാണ്? G, വെയിറ്റ് ആക്ട് ചെയ്യാണ്. ക്ലിയർ? ഇപ്പോൾ ഭൂമി ശ്രദ്ധിച്ച് കേൾക്കണേ, ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളതാണ്, എളുപ്പമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു വെയിറ്റ് ഉണ്ട്, കാരണം ഭൂമി എനിക്ക് താഴോട്ടൊരു ആക്സിലേഷൻ തരുന്നുണ്ട്. ആ ആക്സിലേഷൻ നിലവിലൂടെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വെയിറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ നിർബാധം താഴേക്ക് വീഴുമ്പോൾ ഇത്രയും നേരം വെയിറ്റിൻ്റെ അവിടെ തന്നുകൊണ്ടിരുന്ന ആക്സിലറേഷൻ താഴോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് വെയിറ്റിൻ്റെ അവിടെ എന്ത് കിട്ടൂല? ആക്സിലേഷൻ കിട്ടൂല. അപ്പോൾ എനിക്ക് എന്ത് തോന്നും? ഭാരമില്ലായ്മ തോന്നും. ഇനി ഞാനിത് സിമ്പിളാക്കി തരാം. നോക്കിക്കോ. ഇത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് വേണമെങ്കിൽ വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? ഒരു ആക്സിലറേഷൻ ഉണ്ടാവണം. ഇവിടെ വെയിറ്റിന് വേണ്ടി ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ ഗ്രാവിറ്റി തരുന്ന ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. താഴോട്ട് വരണമെങ്കിലും അവിടെയും എന്ത് വേണം? ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ താഴോട്ട് വരാൻ കാരണം ഗ്രാവിറ്റി അല്ലേ? നിർബാധം പതിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റിയാണ്. അപ്പം ഗ്രാവിറ്റി ഇത്രയും നേരം, ഗ്രാവിറ്റിക്ക് 5-6 ആക്സിലറേഷൻ ഒന്നുമില്ല, ഒറ്റ ആക്സിലറേഷനേ ഉള്ളൂ. സോ ഗ്രാവിറ്റി ഇത്രയും നേരം വെയിറ്റിന് തന്നുകൊണ്ടിരുന്ന ആക്സിലറേഷൻ ഇല്ലേ, അതിനെ ഗ്രാവിറ്റി ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ആർക്ക് കൊടുക്കും? താഴോട്ട് വരാൻ വേണ്ടി കൊടുക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടൂല? ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ 0 ആകും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് 0 ആകും. അവിടുത്തെ വെയിറ്റ് എന്താകും? 0 ആയിട്ട് മാറും. ക്ലിയർ ആയോ? സോ ഗ്രാവിറ്റി ഇത്രയും നേരം നമ്മുടെ വെയിറ്റിന് തന്നുകൊണ്ടിരുന്ന ആക്സിലറേഷൻ ആ പർപ്പസ് മാറ്റിയിട്ട് താഴോട്ട് വരാൻ വേണ്ടി തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വെയിറ്റിൻ്റെ അവിടെ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് തോന്നൂല? വെയിറ്റ് തോന്നൂല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഇതാണ് അവിടുത്തെ പരിപാടി. ശ്രദ്ധിച്ചേക്കുക. നിർബാധം ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയുള്ള പരിപാടി. ഭാരം എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ തൂക്കി നോക്കിയാൽ അവിടുത്തെ ഭാരം എന്താണ്? 0 ആയിരിക്കും. ക്ലിയർ? ഓക്കെ. അത് ഓർത്ത് വയ്ക്കണം. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് നമ്മൾ നിന്നിട്ട് നമ്മൾ ഫ്രീ ഫോൾ ആയിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ ആ സമയത്ത് അതിൽ കാണിക്കുന്ന റീഡിംഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. റീഡിംഗ് എന്താ? വെയിറ്റ് സ്പ്രിംഗ് ത്രാസിൽ വെയിറ്റ് ബാലൻസിൽ കാണിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് മെഷീനിൽ കാണിക്കുന്ന റീഡിംഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യം മനസ്സിലായോ? സോ നിർബാധം താഴോട്ട് പതിക്കുമ്പോൾ വെയിറ്റ് മെഷീനിൽ കാണിക്കുന്ന റീഡിംഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ഭാരമില്ലായ്മ തോന്നും. അതിന് കാരണം ഇത്രയും നേരം വെയിറ്റിന് കൊടുത്തുകൊണ്ടുന്ന ആക്സിലറേഷൻ ഇപ്പം നേരെ എങ്ങോട്ട് ട്രാൻസ്ഫർ ആവും? താഴോട്ട് വരാൻ വേണ്ടിയാവും. അപ്പം വെയിറ്റിൻ്റെ അവിടെ എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പാലായന പ്രവേഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി നോക്കാടാ. ശരി, എന്താണ് പാലായന പ്രവേഗം? സിംപ്ലി നമുക്കറിയാം, ഭൂമിയുടെ ഗ്രാവിറ്റി വിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി വിട്ട്, ഗ്രാവിറ്റേഷണൽ വലയം വിട്ട് പുറത്തോട്ട് പോകാൻ ആവശ്യമായ പ്രവേഗമാണ് പാലായന പ്രവേഗം. ഒന്നുമില്ല, ഭൂമി എടുത്തെന്ന് വിചാരിച്ചു. ഇതാണ് ഭൂമി. ഭൂമിയുടെ ഒരു ഗ്രാവിറ്റേഷൻ, എൻ്റെ മോനെ ഇതല്ലടാ ഭൂമി, ഞാൻ പറഞ്ഞില്ലേ വരച്ച് എടുത്തെടുത്ത് കൈയൊക്കെ ഇതിൽ വെള്ളമായിട്ടിരിക്കുകയാണ്. ശരി, ഇതാണ് ഭൂമി. ഭൂമിയുടെ ഒരു ഗ്രാവിറ്റേഷണൽ വലയം കാണും. ക്ലിയർ ആയോ? ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ സ്വാധീനമുള്ളൊരു വലയം കാണും. ഇത് വിട്ട് ഒരു വസ്തുവിന് പുറത്തു പോകാൻ ആവശ്യമായ പ്രവേഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാലായന പ്രവേഗം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾ സിംപ്ലി ആലോചിച്ച് നോക്കടാ, പാലായന പ്രവേഗത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ?
പുറത്തോട്ട് പോകണമെങ്കിൽ അകത്തോട്ടൊരു ഫോഴ്സ് കാണും. ക്ലിയർ? അകത്തോട്ടുള്ളതിനെ ഓവർകം ചെയ്തല്ലേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. ഇവിടെ അകത്തോട്ടുള്ള ഇങ്ങോട്ടുള്ള വലി ഏതാണ്? ജി ആണ്. ക്ലിയർ? അപ്പോൾ ഈ ജിയേക്കാൾ കൊടുത്തല്ലേ പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ജിയെ ബാധിക്കുന്നത് എന്തൊക്കെയായിരിക്കുമോ അതായിരിക്കും എന്തിനേയും ബാധിക്കുക? പാലായന പ്രവേഗത്തെയും എന്ത് ചെയ്യുക? ബാധിക്കുക. ക്ലിയർ ആയോ? അപ്പം ജി താഴോട്ടുള്ള വലിയാണല്ലോ ജി, അതിനെ തട്ടിയിട്ടല്ലേ മുകളിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ പാലായന പ്രവേഗത്തെ ബാധിക്കുന്ന ഘടകം ചോദിച്ചാൽ ജിയെ ബാധിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ്. ജിയെ ബാധിക്കുന്ന എന്തൊക്കെയാണ്? വസ്തുവിൻ്റെ ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവുമല്ലേ ബാധിക്കുന്നത്, റേഡിയസും അല്ലേ ബാധിക്കുന്നത്. അപ്പോൾ പാലായന പ്രവേഗത്തെ ബാധിക്കുന്നത് എന്ത് തന്നെയാണ്? ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവും. വസ്തുവിൻ്റെ മാസ് ജിയെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പാലായന പ്രവേഗത്തെയും എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. സിമ്പിൾ ഇങ്ങനെ പറയാം, പാലായന പ്രവേഗത്തെ ബാധിക്കുന്ന ഘടകം ഏത്? സ്മോൾ ലെറ്റർ ജി, ഭൂഗുരുത്വാകർഷണത്വരണം. അതിനെ ബാധിക്കുന്നത് ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരമല്ലേ. ഇപ്പോൾ പാലായന പ്രവേഗത്തെ ബാധിക്കുന്ന ഏതെന്ന് വെച്ചാൽ ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവും. വസ്തുവിൻ്റെ മാസ് ബാധിക്കുന്നില്ല. ഓക്കെ, സിമ്പിൾ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുക. ജിയെ ആണെങ്കിലും പാലായന പ്രവേഗത്തെ ആണെങ്കിലും ബാധിക്കുന്ന ഘടകം ഭൂമിയുടെ മാസം ഭൂമിയുടെ ആരവുമാണ്. എന്താണ്? വസ്തുവിൻ്റെ മാസ് ഒന്നിനെയും എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. ഇത് PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണെങ്കിൽ, ക്ലിയർ, അതായത് 100 ഗ്രാം മാസുള്ളൊരു വസ്തുവിന് ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യമായ പാലായന പ്രവേഗം 11.2 km/s ആണെങ്കിൽ 200 ഗ്രാം മാസുള്ളൊരു വസ്തുവിന് ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യമായ പാലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചു. അതും എന്ത് തന്നെയാണ്? 11.2 അല്ലേ. വസ്തുവിൻ്റെ മാസ് ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ആനയെയും ആട്ടിൻകുട്ടിയെയും ഞാൻ 11.2 km/s മുകളിലോട്ട് എറിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യും? പോകും. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഇനി പാലായന പ്രവേഗം സദിശ അളവാണോ അദിശ അളവാണോ ചോദിക്കും. ശ്രദ്ധിച്ചേക്കുക, നിങ്ങൾ പ്രവേഗം എന്ന വാക്ക് കേൾക്കുമ്പോൾ പ്രവേഗം എന്തളവാണ്? പ്രവേഗം ഒരു സദിശ അളവാണ്. അപ്പോൾ പാലായന പ്രവേഗവും സദിശ അളവാണെന്ന് എഴുതി വയ്ക്കും. അല്ല, പാലായന പ്രവേഗം എന്തളവാണ്? അദിശ അളവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ വാക്ക് പാലായന പ്രവേഗം എന്നല്ല, പാലായന വേഗത എന്നാണ്. എസ്കേപ്പ് സ്പീഡ് എന്നാണ് ആ വാക്ക്. പിന്നെ പറഞ്ഞ് നമ്മളത് പാലായന പ്രവേഗം എന്ന് പറയുന്നതാണ്. സോ ശ്രദ്ധിച്ചേക്കുക, പ്രവേഗം സദിശ അളവാണ്. ഓക്കെ, പാലായന പ്രവേഗം എന്തളവാണ്? അദിശ അളവാണ്. പക്ക ക്ലിയർ ആയോ? സോ പാലായന പ്രവേഗം ഇത്രയുള്ള പരിപാടി, കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ഉണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇടയ്ക്ക് ഞാൻ എക്സാമ്പിൾ കണ്ടായിരുന്നു. ഭൂമി ഇതിപ്പോൾ 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് എവിടെ കാലുകുത്തുന്നത്? ചന്ദ്രനിൽ കാലുകുത്തുന്നത്. ആ നീൽ ആംസ്ട്രോങ്ങിന്റെ കാൽപ്പാടുകൾ ഇപ്പോഴും ചന്ദ്രനിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. ക്ലിയർ? 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് എവിടെ കാലുകുത്തുന്നത്? ചന്ദ്രനിൽ കാലുകുത്തുന്നത്. ഈ ചന്ദ്രനിൽ കാലുകുത്തിയ കാൽപ്പാടുകൾ ഇപ്പോഴും ചന്ദ്രനിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു കേസുണ്ട്. ശ്രദ്ധിച്ചേക്കണേ. ചന്ദ്രനിലെ കേസ് പറയുമ്പം ചന്ദ്രനിൽ വായു ഇല്ല. എന്തുകൊണ്ട് ചന്ദ്രനിൽ? ശ്രദ്ധിച്ചേക്കണം, ചന്ദ്രനിൽ വായു ഇല്ല. ഇതൊരിൻ്റെ ചന്ദ്രനാണ്. ചന്ദ്രനിൽ വായു ഇല്ല. കാരണം ചന്ദ്രൻ്റെ പാലായന പ്രവേഗം വളരെ കുറവാണ്. 2.4 സംതിങ് ആണ്, 2.3 2.4 അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ചന്ദ്രനിലുള്ള എയർ മോളിക്യൂൾസിനെല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റും. ചന്ദ്രൻ്റെ G 1.62 ഉള്ളൂ. അപ്പോൾ ചന്ദ്രൻ്റെ പാലായന പ്രവേഗം കുറവ് മതി, എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് എസ്കേപ്പായി എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായു കണികകളില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ചന്ദ്രനിലെ വായു കണികകളുടെ ശരാശരി വേഗത, ഈ വേഗത എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പാലായന പ്രവേഗത്തേക്കാൾ കൂടുതലാണ്. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം 2.4 ആണെങ്കിൽ ഇപ്പോൾ ഇതിന് 2.5 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ ചന്ദ്രനിൽ എന്തില്ല? വായുവില്ല. വായുവിൻ്റെ മിശ്രിതത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ചന്ദ്രനിൽ വായു ഇല്ലാത്തത് കൊണ്ട് എന്തില്ല? അന്തരീക്ഷം ഇല്ല. അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ടാകുന്നില്ല? കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല. നിങ്ങൾ പഠിക്കൂലേ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന അന്തരീക്ഷ പാളി ടോപ്പോസ്ഫിയർ ആണെന്ന് പഠിക്കൂലേ. സോ അന്തരീക്ഷം ഇല്ലല്ലോ, പിന്നെ ടോപ്പോസ്ഫിയർ മീസോസ്ഫിയർ ഒന്നും ഇല്ലല്ലോ. സോ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നില്ല. ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പാടൊക്കെ എന്ത് ചെയ്യുന്നത്? മറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഴ, മഞ്ഞ്, ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾ റോഡിൽ ചെന്നിട്ട് നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാൽപ്പാട് വധിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ കാൽപ്പാട് അവിടെ കാണോ? ഇല്ല. മഴ പെയ്യുക, വെയിൽ അടിക്കുക, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും? പോകും. പക്ഷേ ചന്ദ്രനിൽ വായുവില്ല, അന്തരീക്ഷമില്ല, കാലാവസ്ഥാ വ്യതിയാനവും എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ ഒരു കാൽപ്പാടുണ്ടെങ്കിൽ അത് എത്ര വർഷത്തോളം എന്ത് ചെയ്യും? കിടക്കും. അല്ലെങ്കിൽ അത് പോകണമെങ്കിൽ ഉൾക്ക വല്ലതും വന്ന് എന്ത് ചെയ്യണം? പതിക്കണം. ക്ലിയർ? ഞാൻ ചോദ്യം ഉത്തരം പറയുകയാണേ. 1969 ജൂലൈ 21 ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ
കാൽപ്പാടുകൾ ഇപ്പോഴും നമുക്ക് ചന്ദ്രനിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നില്ല, വായുവില്ല. എന്തുകൊണ്ട് ചന്ദ്രനിൽ വായുവില്ല? ചന്ദ്രനിലെ വായു കണികകളുടെ ശരാശരി വേഗത ചന്ദ്രന്റെ പാലായന പ്രവേഗത്തേക്കാൾ കൂടുതലാണ്. സോ എയർ മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്ത് പുറത്തോട്ട് പോകും. അതുകൊണ്ട് ചന്ദ്രനിൽ വായുവില്ലാത്തതുകൊണ്ട് അന്തരീക്ഷമില്ല, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നില്ല. സോ കാൽപ്പാടൊക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി പറ്റും. പക്ക ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി എന്തുകൊണ്ട് ഭൂമിയിൽ അന്തരീക്ഷം ഉണ്ടെന്ന് വെച്ചാൽ ഭൂമിയിലെ വായു കണികളുടെ വേഗത ഈ 11.2 km/s കുറവാണ്. അതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യും? ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടുത്തെ വായു കണികൾക്ക് 11.2 km/s വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? പുറത്തോട്ട് പോകുമായിരുന്നു. ഇവിടെ എന്ത് കാണില്ല? അന്തരീക്ഷം കാണില്ലായിരുന്നു. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഇത്രയും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ അല്ലേ? ഇനി ചോദിക്കും, ഇതേ ഉത്തരം തന്നെയാണ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏത് നിറത്തിലാണ്? കറുത്ത നിറത്തിലാണ്. കാരണം എന്താണ്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല. അന്തരീക്ഷം ഇല്ലാത്തതിന് കാരണം എന്താണ്? വായുവില്ല. വായു ഇല്ലാത്തതിന് കാരണം എന്താണ്? ഈ സെയിം കേസ്, പാലായന പ്രവേഗത്തേക്കാൾ കൂടുതലാണ് കണികളുടെ വേഗത. ആയതുകൊണ്ട് എല്ലാം എന്ത് ചെയ്തു? പോയി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശം ഏത് നിറത്തിൽ കാണാം? നീല നിറത്തിൽ കാണാൻ പറ്റൂല, കറുത്ത നിറത്തിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുക. കാരണം ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷം ഇല്ല. പക്ക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇനിയുണ്ട്. അത് നമ്മളൊന്ന് ദ്രവബലം, നമുക്ക് മറ്റേ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയുണ്ട്. അത് നമുക്ക് ബലം, ദ്രവബലം, അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. സോ അപ്പം ഇത്രയും കാര്യം ഞാൻ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുറേ സമയമായിരുന്നു. ഇത്രയും നേരം നിങ്ങളിരുന്ന് ക്ലാസ് കണ്ടിട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് എത്തിക്കാനും അതിനേക്കാൾ ഉപരി ഒരു കമൻറ്റും കൂടി എന്ത് ചെയ്യുക? അറിയിക്കുക. എന്തായിരുന്നു നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇല്ലയോ എന്നുള്ള കേസ്, 1 മണിക്കൂർ വേസ്റ്റ് ആയോ ഇല്ലേ എന്നുള്ള കേസ് നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റായി കൂടി എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.